17 സെപ്റ്റംബർ 1950 നരേന്ദ്രമോദി 11 മണി AM ജില്ല അല്ല ഗുജറാത്തിൽ എവിടെ പറഞ്ഞ വദനനഗർ വദൻകറ എന്താ സംഭവിക്കാൻ അറിയില്ലട്ടോ, പ്രൊനൗൺസിയേഷൻ അറിയില്ല. മെയിൻ കിട്ടിയാ മേഷനാന്ന് പറഞ്ഞിട്ടല്ലോ, അതേത് സ്ഥലം? അതങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ടല്ലോ. അന്ന് കുഴപ്പമില്ല, അവിടെ തന്നെ കിട്ടിയാലും മതി. ഇന്റർനെറ്റിൽ കിടക്കുന്ന ബദൻ നഗർ എന്ന് പറഞ്ഞാ പക്ഷേ ചാട്ടിലെ ഗുരു മാന്തി കാണിക്കുന്നില്ല. കൊറേയൊക്കെ കാണിക്കുന്നത് ഉണ്ട്, പക്ഷെ മാന്തി ഒന്നും ഇവര് കാണിക്കുന്നില്ല പിക്ചറില്. പതിനൊന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നവാംശം കൊടുത്തുള്ള ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ? സെപ്റ്റംബർ 17 1950 11 മണിക്ക് ലാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയല്ലേ മലയാളം? കുഴപ്പമില്ല. ഓക്കെ, കിട്ടില്ല എല്ലാവർക്കും. നരേന്ദ്രമോദി ദേവതാര എന്ന് പറഞ്ഞ ഇത്ര ഇതാരം നോക്കിയാൽ പോയിട്ട് ഫസ്റ്റ് പേജ് സമയം എന്ന് പറഞ്ഞ പേജ് ഉണ്ടല്ലോ, ജ്യോതിഷ സമയം. അതിൽ നോക്കി കഴിഞ്ഞാൽ ഈ ദേവത ഇരിക്കുന്ന മിത്രനത്ര. ആര് മിത്രൻ? ആരാ മിത്രൻ? ദേവനുണ്ടായിരുന്നു കറക്റ്റ്. ഇന്നും മറ്റേ സാധനം ഓർമ്മയുണ്ടാ? മിത്രാക്സ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. നിങ്ങള് സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ഫുള്ള് മിത്രനെ കുറിച്ചല്ലായിരുന്നേ? ഇതേവിടെ മിത്രം വന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും ആവട്ടെ, ഓന് വേറെ പണിയൊന്നുമില്ലെന്നേ. നരേന്ദ്രമോദി സെപ്റ്റംബർ 17 1950 ആ മിത്രായുസത്തിന്റെ ലോകം മുഴുവനില്ലേ, അതേപോലെ നമ്മൾ പടർന്നു പന്തലിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എം തിയറി ഇതുപോലെ പടർന്നു പന്തലിക്കും ലോകം മുഴുവൻ. നിങ്ങൾ വിചാരിച്ച നടക്കും. 11 മണിക്ക് അനിഴം പാതനുണ്ട്. ഇന്നലെ വിളിക്കാതെ VIP കൈവയ്ക്കുക. വിളിക്കാത്തവര് ആരൊക്കെയാ? കുറച്ച് പേര്. നമ്മുടെ പുതിയ ജോയിൻ ചെയ്ത മറ്റേ ചേച്ചിനെ വിളിച്ചോ? ഒരു പേര് എന്നിട്ടാ രമ്യ ചേച്ചി കൊണ്ട് പോരട്ടെ. രാജേച്ചിനെ ഇന്ന് വിളിച്ചില്ലാന്നല്ലോ. സ്മിത ചേച്ചി, ആരൊക്കെയാ? കൈവക്ക്, പേര് വിളിച്ചാൽ കൈവയ്ക്കോ. വിനിത ചേച്ചി, പിന്നെ ഡാർക്ക് എനർജി കാർ ഓടിച്ചോണ്ടിരിക്കുക. പരമേശ്വരൻ ചേട്ടോ, കൈന്ന് പൊക്കണ. ധൈര്യം കൈവക്കാ. അല്ല, കൈ പൊക്കണം എന്നല്ല, കൈ വെക്കുക. അതാണ് ഉദ്ദേശിച്ചത്. ധൈര്യം കൈവക്കിക്കോ. അച്ഛാ, ധൈര്യം കൈവക്കിക്കോ. പ്രേംസുന്ദര, ധൈര്യം കൈവക്കിക്കോ. ശബ്ദം ഇല്ലിങ്ങാട്ടാ, ശബ്ദമുള്ളവരൊക്കെ ഓടിക്കാൻ. രജിത്ത, രവിൻ, ധൈര്യമുള്ളവരെ കൈവക്കിക്കോ. അങ്ങനെ പറയാം, ധൈര്യമുള്ളവരെ എന്റെ ചീത്ത കേൾക്കാൻ താല്പര്യം ഇഷ്ടപ്പെടുന്നവർ കൈവക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോ ഓക്കെ. സൗണ്ട് ഇല്ലാന്നാ? എനിക്ക് സൗണ്ട് ഒക്കെ ഉണ്ട്, നിങ്ങക്ക് സൗണ്ട് ഇല്ലാത്ത. സൗണ്ട് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ പുറകിൽ സൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളവരൊക്കെ കൈവയ്ക്കാൻ. സൗണ്ട് ഉള്ളവരൊക്കെ സൗണ്ട് ഉള്ളവരെ എവിടെയാണ് മറ്റേ നീല കളർ വരും ഞാൻ മിണ്ടാതിരിക്കുമ്പോ. ആ നീല കളർ അത് കണ്ടുപിടിച്ച് അവരൊക്കെ മ്യൂട്ട് ചെയ്ത് കേട്ടാ. ആ നീല കളർ വന്നു ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ചില പിള്ളേരൊക്കെ ഒന്ന് ഓളിടും, അത് വിട്ടേക്ക്. കൊറേ സൗണ്ടിൽ വരുമ്പോ അവരപ്പം മ്യൂട്ട് ചെയ്താൽ മതി, അവരുടെ പറഞ്ഞും കേൾക്കില്ല. ഓക്കെ, ധൈര്യമുള്ളവരെ കൈവക്ക. ശരി, നരേന്ദ്രമോദി എടുക്ക്. ടപ്പ എന്നായിക്കോട്ടെ. ആരൊക്കെ ആള്? ആരാ
ആരെ സ്പീഡ് സംസാരിക്കുന്ന രമ്യ ചേച്ചി. ഹാൻഡ് റൈസ് ചെയ്തവർക്ക് അൺമ്യൂട്ട് റിക്വസ്റ്റ് കൊടുക്കണം. അൺമ്യൂട്ട് റിക്വസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. സൗണ്ട് ഉള്ളവരൊക്കെ പറഞ്ഞപ്പോ തന്നെ മ്യൂട്ട് ചെയ്യിപ്പിച്ചോ, അല്ലെങ്കിൽ നീ തന്നെ മ്യൂട്ട് ചെയ്തോ. ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട. മ്യൂട്ട് ചെയ്ത് നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നല്ലേ നിങ്ങൾ ഇറങ്ങി പോയിട്ട് വന്നായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി മ്യൂട്ട് ചെയ്തായിരിക്കും. ഓക്കെ, ആരുടെ അവിടെ ശബ്ദം ലതിക ചേച്ചിന് മ്യൂട്ട് ചെയ്തോ. അവിടെ കലബല ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്യും, പിന്നെ തുറക്കാൻ പറ്റൂല. ഓക്കെ, രമ്യ ചേച്ചിയാ വേഗം ഇതെന്തത് വേഗം സംസാരിക്കുന്ന ആളാരാ? കൊറേ നാള് മുങ്ങിയതല്ലേ, നിങ്ങൾ ആയോ? അല്ല സാർ, എനിക്ക് ആ പ്ലേസ് കിട്ടിയില്ലായിരുന്നു. അതെന്ത് VADNAGAR അടിച്ചാ അപ്പൊ തന്നെ കിട്ടുമല്ലോ. ഒരു മിനിറ്റ്. DNA വന്നിണ്ടോ ഓടെ ഗുജറാത്ത്. അന്യനും പാതനുണ്ട് കിട്ടിയാ. ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാ? തിരുവോണത്തില് അവയോഗി ചന്ദ്രൻ. നിങ്ങൾ അതിൽ കുറെ കാലം പഠിക്കാനുണ്ട്. അവയോഗിനെ പഠിക്കാനുണ്ട്, അത് അവയോഗി സ്ഫുടം പഠിക്കാനുണ്ട്, ഇങ്ങനെ കുറെ യോഗി ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അങ്കാദിത്യൻ അതൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട്. അതൊക്കെ അടുത്ത സ്റ്റെപ്പിൽ വരും നിങ്ങൾക്ക്. ഓക്കെ, ജന്മശിഷ്ടം, ഋതു, അങ്ങനെ കുറെ ചന്ദ്രവേള, അതൊക്കെ നിങ്ങൾക്ക് ചന്ദ്രക്രിയ, മന്ത്രം, അക്ഷരം, ഭൂതം, ഗണം, പക്ഷി, വൃക്ഷം, ഗണം, യോനി, അധിപൻ, ദേവത, ഇതൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ വരും. ലഗ്ന എവിടെയാ? വിശാഖം. വിശാഖം രാഹുവിന്റെ കർമ്മയല്ലേ? അതല്ലേ പുള്ളി പറന്നിറങ്ങും ലോകരാജ്യങ്ങൾ മുഴുവൻ. ശരി, ആൾക്ക് ചന്ദ്രനുണ്ടാ? ലഗ്നത്തിൽ ചന്ദ്രനുണ്ടാ? ആള് ചായ വിറ്റ് നടന്ന ചായ എന്തായിരുന്നു? ഫുഡ്. ആള് ചൊവ്വാദോഷം ഉണ്ട് ആൾക്ക്. ഭാര്യനെ ഉപേക്ഷിച്ച വൃശ്ചികത്തിൽ ജനിച്ചുള്ള പ്രത്യേകത എന്നിട്ടാ? അനിഴം ഏതാ നക്ഷത്ര? അനിഴത്തിൽ അല്ല, വിശാഖം രാഹുവിന്റെ കർമ്മല്ലേ? നാക്ക് ഉപയോഗിച്ച് വളച്ചൊടിക്കാൻ കഴിവുണ്ടാവില്ലേ? ശരി, അതുപോലെ തന്നെ ആൾക്ക് ഫുഡ് ഭക്ഷണവുമായിട്ട് തടി ഉണ്ട് ആൾക്ക്. ഫുഡ് നല്ല അടിയായിരിക്കും. ചൊവ്വാദോഷം ഉണ്ട്, പിടിവാശിക്കാരനാ അല്ലെ? പല കാര്യത്തിൽ ആള് പിടിവാശില്ലേ? ആരെങ്കിലും പറഞ്ഞു കേൾക്കോ? ഇല്ലല്ലോ. ശരി, ആളുടെ കുടുംബം ഏതാ? ധനുസ്. യുദ്ധം ചെയ്യുന്ന കളി, അടിച്ചു പിരിഞ്ഞ് ആള് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ബുധൻ മിഥുനം. അവിടെ റേഞ്ച് ഇല്ലാത്ത കളിയാ. വീട്ടിലേക്ക് പോവാറില്ലല്ലോ പുള്ളി. രമ്യ ചേച്ചി ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞല്ലോ. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തോളൂട്ടോ. അത് ഓവറായി പോയി. ഇടക്കിടക്ക് അതങ്ങനെ അതങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. ഓട്ടോമാറ്റിക്കലി പോവില്ല, അറിയാണ്ട് കൈതട്ടി വരിക. ഞാൻ ഇന്ന് ആ വീഡിയോ. അപ്പോ ഓക്കെ, നരേന്ദ്രമോദി. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ കളി പറഞ്ഞ മാന്തി. മകരത്തില്. ആളെ ഇലക്കം കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. ആളെ ജീവചരിത്രത്തിൽ നോക്കി ചിലപ്പോ ഇലക്കത്ത് വല്ലതും ഉണ്ടെന്നൊക്കെ ആള് പറയും. ഓക്കെ, ചാർട്ടൊന്ന് ഷെയർ അനീറ്റ മാം ചാർട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഗ്രൂപ്പിൽ. അങ്ങനെ ഷെയർ ചെയ്യണം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോ ആരെങ്കിലും? അല്ലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താ അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്കൊക്കെ ഒരു ഗുണമാവും. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോ? നീ വേണ്ട, നിങ്ങൾ കിട്ടോ? നല്ലതാണ്, ഒരാൾ കിട്ടാ മതി. ഓക്കെ, ആരെങ്കിലും വിടുമ്പോ ഞാൻ വിടാം എന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. ഞാൻ വിടാന്ന് ഒരാൾ പറയാ ഞാൻ വിടുന്നുണ്ട്, വിടുന്ന ആള്. അപ്പൊ പിന്നെ മറ്റുള്ള ഓക്കെ ഒരാൾ വിടുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും കൂടി മിണ്ടാവും. വായടച്ച് മിണ്ടായിട്ട് വിട്ട് കഴിഞ്ഞാൽ ആരും ഞാൻ വിടാം എന്നിട്ട് ഓരോരുത്തരും പ്ലാൻ ചെയ്യും. ശരി, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഇത് വേണം. ക്രിക്കറ്റ് കളിക്കുമ്പോ ആ ബോൾ ഒരു വയസ്സാളെന്ന് പറയില്ലേ, വയസ്സാൾ ഞാൻ പിടിച്ചോളാം അർത്ഥം. എന്നാലും മറ്റൊരാളെ അവൻ പിടിക്കുന്നു, രണ്ടുപേരും മൂന്നും കൂട്ടിടിക്കും. അതന്നെ സംഭവം. അതുപോലെ തന്നെ മൂന്നാമത്തെ കളിയിൽ മാന്തി അല്ലെ? 3 മൂന്നാമത്തെ കളി മകരത്തിൽ. അവിടെ ഇരിക്കട്ടെ. നാലാമത്തെ ഗുരു ഇരിപ്പുണ്ട്. ഗുരു ഉപകാരം ചെയ്യുന്ന കളിയാ. ഗുരു ആരൊക്കെയാ? ഗുരുദേവരൊക്കെയാ. അപ്പൊ ആൾക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. കാരണം ആള് കുറെ നാള് നാട് വിട്ട് നടക്കായിരുന്നു. അപ്പൊ നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ഗുരു എന്ന് പറഞ്ഞാൽ അറിവ്, ഇൻഫർമേഷൻ എന്നർത്ഥം. അതൊരു മനുഷ്യനാവാം, ഒരു കല്ലാവാം, ഒരു മന്ത്രവാദി ആവാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ മാഷാവാം, ആര് വേണമാവാം.
ഗുരു എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആവാം, സോഷ്യൽ മീഡിയ ആവാം, വാട്ട് എവർ. ഗുരു മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. കുട്ടികള് കുംഭത്തിലാണ്, അതിന് നേരെ എവിടേക്ക് ഉണ്ട്? അതിന് നേരെ ശുക്രനും മാന്തി ഉണ്ട്, ശനിയും ഉണ്ട്. ശനിയുണ്ട്. ശനി. അപ്പൊ ശനി ലൈറ്റ് ആവുന്ന ഗ്രഹവും സൂര്യനും ലൈറ്റ് ആവുന്നതും ശുക്രനും. ശുക്രനും ഒരുമിച്ചിരിക്കുക. അല്ല, സൂര്യൻ ശുക്രൻ ആൻഡ് ശനി കണക്റ്റഡാ. ഡോമിനേറ്റഡ് ഉണ്ടോ? ഡോമിനേറ്റ് ഉണ്ടാവും എല്ലാത്തിനും. സ്ലോ ആയിരിക്കും. കുട്ടികൾ ഇല്ല ആൾക്ക്. അതാണ് ചൊവ്വാദോഷം. അത് ചൊവ്വാദോഷം. ശരി. അഞ്ചാമത്തെ കള്ളി രാഹു അല്ലേ? രാഹു. നാലാമത്തെ കള്ളി അമ്മ അല്ലെ? നാലാമത്തെ കള്ളി അമ്മ, അമ്മയുടെ കള്ളി. അമ്മേനെ കുറിച്ച് അമ്മ ശുക്രൻ ആൻഡ് ശനിയുണ്ട്. അപ്പൊ ആ അമ്മയ്ക്ക് ദീർഘായുസ് ഉണ്ടാവും. അമ്മയ്ക്ക് ആളുടെ അമ്മയ്ക്ക് വയറുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ആളെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ശരിയല്ലേ? ശരി. സൂര്യന്റെ കള്ളിയിലല്ല അമ്മ. അതായത് അമ്മ നാലാമത്തെ കള്ളിയിൽ നിന്ന് സൂര്യന്റെ കള്ളിയും ചന്ദ്രൻ ഇരിക്കുന്നത് സ്വയം ലഗ്നത്തിൽ അല്ലെ? ചന്ദ്രൻ ഇരിക്കുന്നത് ഏതിലാ? ചന്ദ്രൻ അനിഴം സൂര്യൻ കർമ്മല്ലേ? സൂര്യനിലേക്ക് നോട്ടമുണ്ടല്ലോ, ചിങ്ങത്തിലേക്ക് ഇല്ലേ? അമ്മ മരിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആൾ അങ്ങോട്ട് തേടി പോണെന്ന്. ശരിയല്ലേ? സൂര്യന്റെ കള്ളിയില് മതി അമ്മ മരിച്ചുകൊണ്ട് വായിച്ചു. അപ്പൊ ശരിയല്ലേ? ആൾ അങ്ങനെ തന്നെ പോണ്ടായിരുന്നത് അല്ലെ? അമ്മേനെ തേടി പോവാറില്ലേ? ശരി. ഇതും കഴിഞ്ഞ് അഞ്ചാമത്തെ കള്ളി നോക്കിയ രാഹു. 5 ആളെ മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? മുൻജന്മത്തിൽ രാഹു ഇരിപ്പുണ്ട്. അപ്പൊ ആള് ജനിച്ച ലഗ്നേതാ? വിശാഖം. അപ്പോഴും രാഹു കണക്ട്. അല്ല, മുൻജന്മത്തിൽ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറെ യാത്രകൾ നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കേതുവിന്റെ കള്ളി ആയതുകൊണ്ടും അതായത് ആത്മാവിനെ ത്യജിക്കുകയോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ ലോകം മുഴുവൻ ഓടി നടന്ന ഒരാളായിരിക്കാം നരേന്ദ്രമോദി. ഇപ്പൊ നരേന്ദ്രമോദിയുടെ അങ്ങനെ പുള്ളിയുടെ അത് കഴിഞ്ഞ് പുള്ളിനെ കുറിച്ച് പറയും. അതിന്റെ ഓപ്പോസിറ്റ് ആരാ? രവി, ബുധൻ, കേതു അല്ലെ? ഈ ജന്മത്തിലും പുള്ളിക്ക് അപ്പൊ സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുന്നത് അടങ്ങാത്ത ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കില്ലേ? സോഷ്യൽ സർവീസ്. അത് രാഹു പബ്ലിക്കിന് സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വെരി ഗുഡ്. അവിടേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ പറയണം. അപ്പൊ അഞ്ചാമത്തെ രാഹു ഇരിപ്പുണ്ടല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞേ. രാഹു എന്താ? മുൻജന്മത്തില് അടങ്ങാത്ത ആഗ്രഹം. ആ ആഗ്രഹം പോയിരിക്കുന്നത് എവിടെ? പഞ്ചായത്തിന്റെ ഉള്ളില്. അപ്പൊ നാടിന് വേണ്ടി സംസാരിക്കും. നാട്ടല്ലേ രാഹു? നാടിന് വേണ്ടി സംസാരിക്കും, നാടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഇനി അത് ഉത്രട്ടാദിയാണ് ചന്ദ്രകർമ്മ. അതും ചന്ദ്രകർമ്മ. അതും കണക്ട് ആയി. ഈ ലൈഫിലും ചന്ദ്രകർമ്മ ഉണ്ട്. അത് ഓക്കെ. അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? കണ്ണി. ആദ്യം ബുധന്റെ വിമർശനം കള്ളിയായതുകൊണ്ട് ആള് ലോകരാജ്യം മുഴുവൻ പോകുന്നൊക്കെ വിമർശനം ഉണ്ടാവും. ശരിയല്ലേ? നാട്ടുകാർ മുഴുവൻ കുറ്റം പറഞ്ഞ ശരി. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി. അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് കണ്ണിയില് സൂര്യനും ബുധനും കേതും ഉണ്ട്. രാജാവാണ്. മുൻജന്മത്തില് കണക്ഷൻ വെച്ചുകൊണ്ട് ഈ ജന്മത്തിലും ജന്മ കണക്ഷൻ രാജാവിനെ പോലെ ആയിരിക്കും. അറിവുള്ള മനുഷ്യനാണ് കേതു. ആത്മീയതനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ജന്മം ശ്രമമുണ്ടാവും. പക്ഷെ അത് ശ്രമിക്കുന്നതോറും വിമർശനം വന്നുകൊണ്ടിരിക്കും ചെയ്യും. കറക്റ്റ് അല്ലേ? ശരി. ശരി. മുൻജന്മത്തെ കുറിച്ച് ആൾക്ക് കുറെ കണക്ട് ചെയ്യാൻ പറ്റും. ജീവഗ്രഹം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരി. ഇനി ആറാമത്തെ കള്ളി ഡീഫോൾട്ട് കുജനാണ്. അതിന്റെ ഓപ്പോസിറ്റ് ശുക്രനാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അവിടെ ഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യില്ല എന്നില്ല. ചെറിയ രോഗങ്ങളും കടങ്ങളും കാര്യങ്ങളൊന്നും വലിയതായിട്ട് വരാൻ സാധ്യതയില്ല ആൾക്ക്. കാരണം ആള് ഒറ്റപ്പെട്ട് ജീവിക്കാണല്ലോ. അത് മാത്രല്ല അവിടെ പിടിവാശി ചൊവ്വയുടെ കള്ളിയായതുകൊണ്ട് ഉപകാരമില്ലാത്തതല്ലേ അത്. അപ്പോ അതിൽ ശുക്രനുണ്ട്. അപ്പൊ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള കടങ്ങളും അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അധികം വരില്ല. വയറുമായിട്ട് ബന്ധപ്പെട്ടും ബ്ലഡിലും ആൾക്കും പ്രശ്നങ്ങളുണ്ടാവും ചെറുത്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഏഴാമത്തെ കള്ളി ഭാര്യയുടെ കള്ളി, ശുക്രന്റെ കള്ളി അല്ലെ? ചൊവ്വാദോഷല്ലേ? ചൊവ്വയുടെ പ്രശ്നമല്ലേ? ഭാര്യനെ ആള് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ ആള് നല്ലതോ ചീത്തയൊന്നും എനിക്കറിയില്ല. പക്ഷെ ആള് വലിയ ഫേമസ് ആയതിനു ശേഷം വൈഫിനെ പോയി കാണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഇടയ്ക്കിടയ്ക്ക് പോയി കാണലുണ്ട്. പക്ഷെ ഭാര്യക്ക് പുണ്യം ചെയ്യണമായിരുന്നു ആള്. പുണ്യം ചെയ്യുന്നുണ്ട്. ഇത് അകന്ന് ജീവിക്കുന്ന തന്നെ പുണ്യം ചെയ്ത. അപ്പൊ ആൾക്ക് പുണ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. സെക്യൂരിറ്റി ഗാർഡും അവിടെ ഉണ്ടായിരിക്കാം ആള്. അങ്ങനെ ഇന്ത്യൻ നിയമപ്രകാരം
ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നിയമമുണ്ട്. ഇനി നരേന്ദ്രമോദി ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിയാലും 15 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്കെങ്കിലും ആളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കണം. അതാണ് നിയമം. മിനിമം 10 കൊല്ലത്തേക്ക്. കാരണം ആളെ തട്ടിക്കൊണ്ട് പോകൂലേ. തട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ മുൻ പ്രധാനമന്ത്രി ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രശ്നമില്ല. അപ്പൊ ആൾക്ക് ഒരു 10 കൊല്ലത്തേക്ക് ആള് ഇതിൽ നിന്ന് ഇറങ്ങിയാലും 10 കൊല്ലം പ്രൊട്ടക്ട് ചെയ്യുന്ന അർത്ഥം. പക്ഷെ ഭാര്യയ്ക്ക് പുണ്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. സോ ശുക്രൻ ഇരിക്കുന്നത് ശനിയുടെ കള്ളിലാണ്, ശനിയുടെ സൂര്യന്റെ കള്ളിലാണ്. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ അടുത്തേക്ക് ആൾ അങ്ങോട്ട് തേടി പോകേണ്ടി വരും എന്നർത്ഥം അല്ലെ. ഭാര്യയും സൂര്യകർമ്മമുള്ള ക്യാരക്ടറാണ്. സൂര്യകർമ്മ നീതിമതിയായിരിക്കും. ബാല്യവിവാഹം ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, നീതിമതി കർമ്മത്തില് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലേഡി ആയിരിക്കും. ഒരു ലേഡിയാണ് ആള്. ശരി, സൂര്യന്റെ കള്ളിയാണ്, സ്നേഹം തേടി പോകേണ്ടി വരും ആളായാലും. പവർ ഉണ്ടാവും. അതെ, അതിന്റെ ഓപ്പോസിറ്റ് ഗുരു ഇപ്പില്ലേ. ശനി മന്ദഗതിയിലുള്ള ഗ്രഹമാണ്. പക്ഷെ ഗുരു അങ്ങോട്ട് നോക്കുന്നുണ്ട്. കുട്ടികൾ വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ കുട്ടികളില്ലല്ലോ ആൾക്ക്. കുട്ടികളില്ലാത്ത അതില്ലാത്ത കാര്യം പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യും. ഗുരു ഇരിക്കുന്ന നക്ഷത്രം ഏതാ? അവിട്ടം. അല്ലല്ല, സാരം നോക്ക്. കുജന്റെ ചൊവ്വയുടെ സാരം ചേർന്നിരിക്കുക. പക്ഷെ കുട്ടികൾ ആൾക്ക് വരേണ്ടതായിരിക്കും, ഉണ്ടാവേണ്ടതാണ്. കുംഭത്തിലായതുകൊണ്ടാണോ? കുട്ടികൾ വരേണ്ടതാണ്. പക്ഷെ ഭാര്യ അവിടെ ശുക്രൻ കനിഞ്ഞാൽ മാത്രം. സൂര്യന്റെ കളിയിലല്ലേ, സൂര്യനല്ലേ എല്ലാത്തിന്റെയും ഉടയവൻ. രാജാവായിട്ട് നിൽക്കുന്നത് കൊണ്ട്, വൈഫ് പറയണ കേൾക്കണം എന്നുള്ളത് കൊണ്ട്. അതെ അതെ. 7, 8 പിന്നെ 7ാമത്തെ കള്ളി. അപ്പൊ ഭാര്യനെ കുറിച്ച് നമുക്ക് പറയാം. അവിടെ കേട്ടെ, ഭാര്യയുടെ ഒരു 1, 2, 3, 4, 5 ഭാര്യയുടെ ആത്മാവ് ഇരിക്കുന്നത് എവിടെയാ? വൃശ്ചികത്തിലാ അല്ലെ. ഭാര്യയുടെ 5ാമത്തെ കള്ളി, ഭാര്യയിൽ നിന്നും എണ്ണിയാൽ 5ാമത്തെ കള്ളി മറ്റേ വൃശ്ചികത്തിലല്ല, സോറി, കന്നിയിലുണ്ടാവും അല്ലെ. സൂര്യനും ബുധനും കേതു. അപ്പോഴും സൂര്യൻ അവിടെ കണക്ട്. അപ്പൊ ഉറപ്പാണ് ഭാര്യ ഡൊമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. സൂര്യന്റെ കർമ്മമുള്ളതാണ്. കേതുവും സൂര്യനും നിൽക്കുന്നുണ്ട്. കട്ടിങ് അവിടെ ഉണ്ട് അല്ലെ. കേതു കട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതും കറക്റ്റാണ്. പിന്നെ വാക്ക് തർക്കങ്ങള്, സംസാരത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലേ. ശരി, ഇത് കഴിഞ്ഞ 8ാമത്തെ കള്ളി. ആൾക്ക് വരാൻ പോകുന്ന വലിയ അസുഖങ്ങളെ സംബന്ധിച്ച് ഞരമ്പ് മണ്ഡലമായിട്ട് പ്രശ്നങ്ങൾ ആൾക്ക് വരിക. സ്കിന്ന് ഓർ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഓൾറെഡി ആളെ മുടി കൊഴിഞ്ഞതായിരുന്നു. ആള് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്തതാണ്. സ്കിന്നുമായിട്ട് ആളുടെ അസുഖമുണ്ട്, കൺഫേം തന്നെയാണ് അല്ലെ. ഹെയർ ഒക്കെ സെറ്റ് ചെയ്തതാണ് അത്. അപ്പൊ അത് മാത്രമല്ല, ആൾക്ക് പിന്നെ ഞരമ്പിലും പ്രശ്നം വരും ആൾക്ക്. ഗുരുവിന്റെ കള്ളിക്ക് നോക്കുന്നതുകൊണ്ട് ഫാറ്റിന്റെ പ്രശ്നം വരും. തടി ഉണ്ട് ആൾക്ക്. അപ്പൊ ആള് യോഗയും മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അതൊന്നും വരുന്നില്ല എന്നർത്ഥം അല്ലെ. കറക്റ്റാണ്. ശരി, ഇതും കഴിഞ്ഞ് 7, 8, 9 9ാമത്തെ കള്ളി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കള്ളി. അച്ഛന്റെ കള്ളി ചന്ദ്രകർമ്മ. അപ്പൊ ചന്ദ്രകർമ്മ ദുർഘടമാണ്. എനിക്കറിയില്ല അച്ഛനും ആളെങ്ങനെയായിരുന്നു. അച്ഛൻ വിട്ടുപോയതല്ല ആള്. കുറച്ചു കാലം കൊണ്ട് നാട് വിട്ടുമല്ലോ, സ്വാഭാവികം. സൂര്യന്റെ കർമ്മ ആണ്, സൂര്യൻ ചന്ദ്ര. അപ്പൊ കർക്കിടം ദുർഘടം ആയതുകൊണ്ട് അച്ഛനാണ് ശരിക്കും ഒരു മകനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതിന്റെ ഫലമായിരിക്കാം ആള് നാട് വിട്ടിട്ടുണ്ടാവുക. ഉദാഹരണം, നാട് വിടാൻ വഴി അവിടെ ചന്ദ്രൻ. അതന്നെ അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് അവിടെ ദുർമരണം എന്നല്ല, അവിടെ സംതിങ് ഇഷ്യൂസുകളും ഇരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പിരിച്വാലിറ്റി എന്തായാലും അവിടുന്ന് വന്നിട്ടുണ്ടാവാം. പക്ഷെ സ്പിരിച്വാലിറ്റി ആൾ കിട്ടണമെങ്കിൽ ഒരുപാട് നാട് വിട്ട് അലഞ്ഞു നടന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അലഞ്ഞു നടക്കണം. സ്പിരിച്വാലിറ്റിയിലുള്ള ആളല്ലേ? അല്ല, സ്പിരിച്വാലിറ്റി ഉള്ള ആളെന്നല്ല. ചെറുപ്പത്തിൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല, അലഞ്ഞു നടന്ന ശേഷമല്ലേ കിട്ടിയിട്ടുണ്ടാവുക. കുറെ ദുർഘടമായ ജീവിതത്തിലൂടെയും ദുർഘടം. അപ്പൊ അച്ഛന്റെ DNA ഇരിക്കുന്നത്, അച്ഛനെ ഇരിക്കുന്നത് എവിടെയാ? രവിയും ബുധനും കേതും. അവിടെയും കേതു ഇരിപ്പുണ്ട്. ബുധൻ ഇരിപ്പുണ്ട്. അപ്പൊ സൂര്യനും ബുധനും കേതു ഇരുന്നാൽ ഉറപ്പാണ് അച്ഛനെ വിട്ടു പോകേണ്ടി വരും. വിമർശനം, അച്ഛനും മകനും തമ്മിൽ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പ്രോബ്ലം ഉണ്ടായിരിക്കാം. വിമർശനം കാരണം ഉണ്ടാകും. ഇനി അച്ഛൻ അവിടെ പ്രോബ്ലം ഉണ്ടാക്കുമല്ലോ. സർപ്പം ഇരിക്കുന്നോണ്ട് അവിടെ സംസാരം, അവർ തമ്മിലുള്ള സംസാരവും പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സർപ്പ കേതു രാഹു ഓപ്പോസിറ്റ് രാഹു ഇരിപ്പില്ലേ? അല്ല, അങ്ങനെ നോക്കരുത്. അച്ഛന്റെ ഓപ്പോസിറ്റ് നോക്കരുത്. അങ്ങനെ നോക്കാൻ പാടില്ല. നിങ്ങൾ അച്ഛനിൽ നിന്നും, അച്ഛന്റെ ഓപ്പോസിറ്റ് ചന്ദ്രനാണ്. ചന്ദ്രനും കർക്കിടകത്തിൽ നിന്നും ഓപ്പോസിറ്റ് നോക്കാൻ പാടുള്ളൂ. അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് നോക്കേണ്ട കാര്യമില്ല. അത് അച്ഛന് വരുന്ന കാര്യങ്ങൾ മാത്രം നോക്കണം, ആൾക്കല്ല ബാധിക്കുക. അത് അച്ഛന് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നോക്കുക. വീണ്ടും നിങ്ങൾ ഓപ്പോസിറ്റ് നോക്കണ്ട. ഓപ്പോസിറ്റ്
സൂര്യൻ ഇരിക്കുന്ന കള്ളി മാത്രം നോക്കിയാ മതിയോ? സൂര്യൻ ഇരിക്കുന്ന കള്ളി ചന്ദ്രൻ കർക്കിടകം അല്ല, അങ്ങനല്ല. സൂര്യൻ ഇരിക്കുന്ന കള്ളി മാത്രം നോക്കിയാൽ മതി. ഉം. രണ്ടാം സെക്കൻഡ് മിത്രൻജി ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഉം. ഇപ്പൊ ഈ കർക്കിടകത്തിലാണല്ലോ 9 അച്ഛന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് മാന്തി ഇരിക്കുന്നത് അവിട്ടം, അപ്പൊ ശനിയുടെ കർമ്മയല്ലേ? അത് കുജൻ സാരം ചേർന്നിട്ടുള്ള. അപ്പൊ അത് ഈ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ചെറുപ്പത്തിലെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അച്ഛന്റെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതെ, അത് അവിടെയും കണക്ട് ആണ്. രാശിയിലും നമ്മുടെ ഈ നമ്മുടെ കന്നിയിലും കണക്റ്റഡ് ആണ് ബുധൻ. അതെ അതെ. കേതു. അപ്പൊ അച്ഛന്റെ തറവാട്, പണ്ടത്തെ അച്ഛന്റെ തറവാട് അറിവും നോളജും മേഖലയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ആള് കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടാണ് പോയിട്ടുണ്ടാവുക. പക്ഷെ കേതു ഉള്ളത് കൊണ്ട് അവിടെ ആരെങ്കിലും ആത്മീയ മേഖലയൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം മുൻപ്. 8, 9, 10. ഇനി ആളെ 9, 10ാമത്തെ കള്ളി നോക്കുമ്പോ ശുക്രനും ശനിയും അവിടെ ഉണ്ട്. അപ്പൊ കർമ്മ എങ്ങനെ എടുക്കുന്നു ഒന്ന് നോക്കിയേ. എന്തുകൊണ്ടാണ് ആള് അവിടെയാണ് നമ്മൾ മെയിൻ എടുക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഓടിച്ചു വിട്ടത് അതുകൊണ്ടാണ്. ആൾ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ കഴിയും? എന്ത് ജാതകം നോക്കിയിട്ട് ജാതകത്തിൽ എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള യോഗം ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല. ജാതകത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള യോഗം ജാതകം നോക്കിയിട്ടില്ല. ഈവൻ രജനീകാന്തിന്റെ ജാതകം എടുത്ത് നമുക്ക് ഒരു ദിവസം നോക്കാം. രജനീകാന്തിന്റെ ജാതകം എടുത്താലും വലിയൊരു സൂപ്പർ നായകനാവാനുള്ള യോഗം ആൾക്കില്ല. കർമ്മ, അതായത് ആളുടെ അതിപ്രയത്നം കർമ്മയും. അതുകൊണ്ടാണ് രവി കൊണ്ടൊന്നും ഇല്ല, ഭരണമൊന്നും രവി വരില്ല. ഇന്ത്യയെ ഒട്ടാകെ ഭരിക്കുക എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ നെറുകയിലെത്തുക എന്ന് പറയുന്നത് ഈ ജാതകത്തിൽ എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? ഈ ശുക്രൻ കുംഭത്തിലേക്ക് നോക്കുന്നുണ്ട്, അവിടെ ഗുരു ഇരിക്കുന്നില്ല. അപ്പൊ ഒരു ഉയർന്ന പൊസിഷനിലേക്കൊക്കെ പോകാൻ ഗുരു ഇരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഈ പ്രധാനമന്ത്രിയും ഗുരുവും തമ്മിൽ എങ്ങനെ ബന്ധമില്ലല്ലോ. ഗുരു ആരാ? ടീച്ചർ, അറിവ് പകർന്നു തരുന്ന ഒരാള്. അങ്ങനെ അപ്പൊ ഗുരുവിൽ നിന്നും അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം ആൾക്ക്. അതുകൊണ്ടാണ് ആൾ കുറെ കാലം മുങ്ങി നടന്നത്. സൂര്യന്റെ കള്ളിയിലായതുകൊണ്ടാണോ? സൂര്യന്റെ കള്ളിയിലായതുകൊണ്ട് അല്ല, സൂര്യന്റെ കള്ളിയിൽ കർമ്മ ആയതുകൊണ്ട് അങ്ങോട്ട് തേടി പോണ്ടേ? ഗവൺമെന്റിന്റെ അതെ, ഗവൺമെന്റ്. അത് അവിടെയാണ് നിങ്ങൾ പഠിക്കാത്തൊരു തത്വമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ 10ാം ഭാവത്തിൽ ശുക്രൻ ഇരിക്കൊണ്ട് എല്ലായിടത്തും തിളങ്ങാനുള്ള, എല്ലായിടത്തും അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവില്ലേ? അല്ല, 10ാം ഭാവത്തിൽ ശുക്രൻ നിന്നത് കൊണ്ട് അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാവണമെന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ നോക്കി നോക്കിയാ ഉണ്ടാവണമെന്നുണ്ടോ? എന്ത് ജോലി ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അവിടെ അല്ല, ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയാണ് ശനി അവിടെ ഇരിക്കുന്നില്ലേ? ശനി കറുത്ത ഗ്രഹമല്ലേ, വയസ്സായതല്ലേ, മാലിന്യമല്ലേ? ശുക്രന്റെ കൂടെ മാലിന്യവും കറുത്ത ഗ്രഹം ഇരിക്കുന്നുണ്ട്. നീതിക്കും ന്യായത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ തിളങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ലേ? ന്യായത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണുമോ? എങ്ങനെയാ? അതെങ്ങനെ എടുത്ത് ഏത് റൂൾ അപ്ലൈ ചെയ്ത നിങ്ങള്? അല്ല, ശനി ഇരിക്കുന്നതുകൊണ്ട് ശനി നീതിയുടെ അപ്പൊ ആള് ചെറുപ്പത്തിൽ ശുക്രന്റെയും ആ ഗുരുവിന്റെ റേഡിയേഷൻ വരുമ്പോ ഈ അതിമാനുഷ യോഗം അങ്ങനെ വന്നിട്ടാണോ? ഇല്ലല്ലോ, അങ്ങനെ കണക്ട് ആവുന്നില്ല. അങ്ങനെ ജാതകം എടുക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഇവിടെ ശുക്രനെ ഗുരുവിനെ ശുക്രൻ നോക്കുന്നുണ്ടല്ലോ, കറക്റ്റ് അല്ലേ? എന്റെ ജാതകത്തിലോ അങ്ങനെയുണ്ട്. എന്നെ ഗുരു ശുക്രൻ ഒരുമിച്ചാ. അതുകൊണ്ട് രാജയോഗം ഉണ്ടാവും. ഗുരു ശുക്രൻ ചേർന്ന രാജയോഗം ഉണ്ട്. പക്ഷെ ഞാനും നരേന്ദ്രമോദി തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെനിക്ക് പറയാൻ പറ്റും. ഒരു കണക്ഷൻ ഉണ്ട്. ഗുരു ശുക്രൻ ചേർച്ച കൂടി ഉണ്ട്. ഗുരു ശുക്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ രാജാവിനെ പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനും നരേന്ദ്രമോദി ചെയ്ത് ഒരു തത്വം ഒരുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനും നരേന്ദ്രമോദി കൂടെ തന്ന കാരണം. സോഷ്യലായിട്ട് ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് അറിയാത്തൊരു തത്വം, നിങ്ങൾ പഠിക്കാത്തൊരു തത്വമാണെന്ന് പഠിക്കാൻ പോണ. ചിന്തിക്ക്. അല്ല, ഞാൻ ഹാൻഡ് റൈസ് ചെയ്തില്ല അല്ലേ? അല്ല, നമ്മുടെ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാണോ? അല്ല, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണോണ്ടാണോ? അല്ല, സമ്പാദ്യം മോഹിക്കാതെ പ്രവർത്തിക്കുന്നോണ്ടാണോ? അല്ല, അതുമല്ല. നമ്മളെപ്പോഴും പറഞ്ഞൊരു തത്വമുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട ഒരു തത്വം. നിങ്ങൾ എന്താണോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക.
ആ ഓക്കെ ഓക്കെ ശരി, ആ തത്വം വെച്ച് അപ്ലൈ ചെയ്യും. നിങ്ങൾ നോക്ക്, നിങ്ങൾ ട്രൈ ചെയ്തെടുക്ക്. എവിടെയാണ് ആ സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്നത്? ഈ സീക്രട്ട് കണ്ടുപിടിച്ചാൽ നിങ്ങളെല്ലാവരും രാജാക്കന്മാരാവും. പക്ഷെ അതെല്ലാവർക്കും പറ്റണ കാര്യമല്ല. അത് ഒരു വളരെ വലിയ എന്റെ ലൈഫ് നോക്കിക്കോ, നിങ്ങൾ എന്നെയും രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്ക്. എവിടെയോ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്റർ കണക്ഷൻ കാണാൻ പറ്റും. ചന്ദ്രനാണോ? അല്ല, സ്പിരിച്വാലിറ്റി ഒന്നുമല്ല. ലഗ്നത്തില് കുജന്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് അതിന്റെ 7ാമത്തെ കളിയായിട്ടുള്ള അവിടെ പുണ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ രാഹു നിൽക്കുന്നത് തീവ്രമായിട്ട് ആഗ്രഹത്തിലായതുകൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ടിട്ടാണോ? തെറ്റി, അവളും തെറ്റി. ഇല്ല രാഹു ബുധൻ ശിഖി ബന്ധമാണോ? ഇല്ല, ബുധൻ രാഹു ബുധൻ ശിഖി രാഹു അല്ലല്ല. രവി ബുധൻ ശിഖി കിട്ടുന്നില്ല. പുള്ളിയുടെ ജീവിതം മാറ്റി വെച്ചിട്ട്, അതായത് ഫാമിലി ലൈഫൊക്കെ മാറ്റി വെച്ച് സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ? ശരി, സിദ്ധന്മാരുടെ ഉപദേശം ശരി. ചേർന്നുകൊണ്ടിട്ടാണോ? അല്ല ചേച്ചി, രമേശ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ പോയിന്റ് എടുത്ത് സംസാരിക്കണം, റൂൾ അപ്ലൈ ചെയ്ത് സംസാരിക്കണം. ആ റൂൾ എടുത്ത് ആ പോയിന്റ് അപ്ലൈ ചെയ്ത് സംസാരിക്കും. സസ്പെൻസ് പൊളിക്കുക, വെയിറ്റ് ചെയ്യുക, അത് പൊളിക്കാം. നിങ്ങളും നിങ്ങളുടെ വേണ്ടെന്ന് കാണട്ടെ. കുറച്ച് ദിവസമായതുകൊണ്ട് സാർ ഒരു ബാക്ക്വേർഡ് ആയിരിക്കുവാണ്, ഒന്ന് തലയിലേക്കൊന്നും കേറുന്നില്ല. ഇതങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ശ്രദ്ധിക്ക്, എന്റെ തിരുവോണ നക്ഷത്രല്ലേ? അതെ, കർമ്മേത ശുക്രന്റെ കർമ്മ. ശരി. നരേന്ദ്രമോദിയുടെ 7ാം ഭാവമായ അത് ഏതാ? 7ാം ഭാവം ഇടവം, ശുക്രൻ അല്ലേ? ശരി, ഇനി ഇത് കേക്ക്. ആളെ കർമ്മ മേഖല ഏതാ? ശുക്രൻ. എന്റെ 10ാമത്തെ നിക്ക് വെയിറ്റ് ചെയ്യ്, എന്ത് കഷ്ടം നോക്കിയ. ആളുടെ 10ാമത്തെ കളിയിൽ ആരുള്ളത്? ശുക്രനും ശനിയും. ശരി, കഴിഞ്ഞു. എന്റെ 10ാമത്തെ കളിയിൽ ആരുള്ളേ? ഡീഫോൾട്ട് ആരാ? ശുക്രൻ. ഇപ്പൊ നരേന്ദ്രമോദി ഞാനും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ഒരു കണക്ഷൻ കിട്ടിയ നിങ്ങക്ക്? സിബിനെ മിണ്ടാതിരിക്കും. വാക്കു മിണ്ടാത്താലും വേദന കൊഞ്ഞപ്പെന്ന് പഴഞ്ചൊല്ലില്ലേ? തെറ്റ് വിളിച്ച് പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. വിളിച്ച് പറയലാണ് അന്തസ്. ഓക്കെ, നിങ്ങൾ പറ. ഇപ്പൊ എന്ത് മനസ്സിലായി? എന്റെ ജാതകത്തിലും നരേന്ദ്രമോദിയുടെ ജാതകത്തിലും കർമ്മ മേഖലയില് ശുക്രൻ കണക്റ്റഡ് ആണ്. അതെ, ശുക്രന്റെ ആധിപത്യം കൂടുതലാണ്. ശുക്രന്റെ ആധിപത്യമായ TV ചാനൽ ഒറ്റക്കണ്ണ് കാണിക്കുന്നുണ്ട്, ഇലുമിനാറ്റി. അത് ഒറ്റക്കണ്ണ് ഇലുമിനാറ്റി എന്നിട്ട് നിങ്ങൾ അരയമ്പൂരാൻ ഇലുമിനാറ്റി ഒറ്റക്കണ്ണ്. ആ ഒറ്റക്കണ്ണ് ഞാൻ പറഞ്ഞു, ഒറ്റക്കണ്ണ് ഇലുമിനാറ്റി അല്ല, ശുക്രന്റെ കണ്ണാണെന്ന് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചോ? ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് ശുക്രൻ, ഇലുമിനാറ്റി. ഇലുമിനാറ്റി എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് ഇലുമിനാറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ എമ്പുരാനോ ഈ പൃഥ്വിരാജിനോ ഈ പറയുന്ന ഇലുമിനാറ്റി സംസാരിക്കുന്ന യൂട്യൂബേഴ്സിനൊന്നും ഇലുമിനാറ്റി എന്താണെന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ടൊന്നും ലോകത്ത് ഒരു തത്വത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. അതിനുള്ള അറിവൊന്നും ഇല്ല അവർക്ക്. അവർക്ക് യൂട്യൂബിൽ വെറുതെ എന്തെങ്കിലും തള്ളി മറിക്കുന്ന അല്ലാണ്ട് ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അപ്പൊ എനിക്കും ലോകം ഭരിക്കാനുള്ള കഴിവുണ്ടോ? എനിക്ക് ലോകത്ത് ഭരിക്കാൻ കഴിയാൻ കർമ്മയിലുണ്ടാ? അപ്പൊ എനിക്കുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. സിങ്ക് ആവുന്നുണ്ട്. ശരിയല്ലേ? രജനീകാന്തിന്റെ നക്ഷത്രം ഏതാ? തിരുവോണം. ശുക്രൻ കർമ്മല്ലേ? അല്ലേ? ശുക്രൻ വരുന്നവർക്കൊക്കെ ഈ ശുക്രൻ കർമ്മത്തിനും വരണം. രജനീകാന്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ ഒറ്റയ്ക്ക്, അതായത് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കില്ലേ? അല്ലല്ല, അവിടെ ഇല്ല. വരട്ടെ, വെയിറ്റ് ചെയ്യ്, ബേജാറാവല്ലേ നിങ്ങള്. ശരി, നരേന്ദ്രമോദിയും ഞാനും ശുക്രനിൽ എന്താ ചെയ്തേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ശുക്രനെ ഞാൻ മാറ്റി നിർത്തി, അകറ്റി നിർത്തി. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നരേന്ദ്രമോദി വൈഫിനെ മാറ്റി നിർത്തി പബ്ലിക്കിന് വേണ്ടി. ഞാൻ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് വേണ്ടി തല ഉണ്ടാക്കി ഇവിടെ വർത്തനം പറഞ്ഞു. ഇപ്പൊ രണ്ടും തമ്മിൽ ഇന്റർ കണക്ട് ആയോ?
ആ ആരെല്ലാം ശുക്രനെ കണക്ട് ആക്കുന്നുവോ, ശുക്രനെ അവോയ്ഡ് ചെയ്യുന്നുവോ, അതുകൊണ്ടാണ് ഭാര്യനെ അവോയ്ഡ് ചെയ്ത് കുറെ കാലം കാട്ടിലൊക്കെ പോയിട്ട് ഭാര്യ മാറി ജീവിക്കുന്ന കുറെ പേര്. എന്തിനെയാണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വരും. ആ ഊർജം നമ്മളിലേക്ക് കുന്നുകൂടും. ശുക്രനെ അതുകൊണ്ടാണ് നടീനടന്മാര് വലിയ ഫേമസ് ആവുന്നത്. നടീനടന്മാര് പെട്ടെന്ന് ഫേമസ് ആയി ലോകം അറിയപ്പെടുന്നത്. നായകൻ ആരാണ്? നായകൻ ശുക്രൻ. നായകൻ ആരാ? നായകൻ എന്നുള്ള വേർഡ് എവിടുന്ന് കിട്ടിയത്? നായകൻ ശുക്രനാണ് നായകൻ. ശുക്രൻ എന്ന് പറയും. ശരിക്കും ശുക്രൻ ആരാ? ശുക്രന്റെ പ്രത്യേകത എന്നിട്ടാ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും ആകാശത്ത് തിളക്കം. എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും ആകാശത്ത് കണ്ണുകൊണ്ടും ഈസിയായിട്ട് കാണാൻ പറ്റുന്ന വ്യാഴവും ശുക്രനുമാണ്. അതുകൊണ്ടാണ് മക്കൾ മൂലം ചിലർ പെട്ടെന്ന് ഫേമസ് ആവുകയും ചെയ്യും. ശുക്രൻ മൂലം ഫേമസ് ആവും. ശുക്രൻ എന്ന് പറഞ്ഞ ഭാര്യയല്ല അർത്ഥം. ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചോണ്ടാവില്ല സുഹൃത്തെ. 10ാമത്തെ നമുക്ക് ശുക്രന്റെ കർമ്മ വേണം നിങ്ങളിത്. എനിക്ക് ആ കർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഫേമസ് ആയിട്ട് കല്യാണം കഴിക്കണോ അതോ ഞാൻ ഇവിടെ തന്നെ മുമ്പ് കല്യാണം കഴിച്ചിട്ട് ഗതി എന്തായിരുന്നു? അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ലൈഫിൽ. നരേന്ദ്രമോദി കല്യാണം കഴിച്ച് ഭാര്യയുടെ കൂടെ ജീവിച്ചത് എന്താ ഈ അവസ്ഥ? ഇതുപോലെ ആവാൻ പറ്റില്ല, പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനും നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ഫേമസ് ആയതും ഞാൻ ഫേമസ് ആവാൻ പോകുന്നതും. 2-3 കൊല്ലം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും ഞാൻ. ഇതിനെ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം. കാര്യം മനസ്സിലായോ? ബട്ട് ഇനി കല്യാണം വെച്ചാൽ കുഴപ്പമില്ല. ഇനി ഇവിടെ അങ്ങോട്ട് ആ ട്രാക്കിലെത്തി. ഇനി ആ ട്രാക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണല്ലേ വരിക. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യും. നേരെ മറിച്ച് ഞാൻ 5 കൊല്ലം മുമ്പോ 6 കൊല്ലം മുമ്പോ ഞാനിങ്ങനെ എനിക്ക് ആസ്ട്രോളജിക്ക് പോകണം ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഭാര്യ പറഞ്ഞു ചേട്ടനും അല്ല പാമ്പുണ്ടായിരുന്നു പണിക്ക് പോയി അല്ല ഗൾഫിലൊക്കെ പണിയെടുത്ത് പറയുമ്പോ അവരെ വാക്കിട്ട് അങ്ങനെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് നിങ്ങൾക്കറിയാത്ത ഈ തത്വം നിലനിൽക്കുന്നത്. എന്ത് തത്വം? രഹസ്യം, പ്രപഞ്ച രഹസ്യം. ഭൂമിയിൽ ആർക്കും അറിയാത്ത തിയറി മാത്രം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രഹസ്യം. വേറൊരു തിയറിക്കും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരാളിലല്ല, നമുക്ക് ലോകത്ത് ഫേമസ് ആയിട്ടുള്ള പല ആളുകളിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാം. അല്ലാണ്ട് ഒരാളിൽ വർക്ക് ചെയ്തു എന്നല്ല, എന്നിൽ വർക്ക് ചെയ്യുന്നല്ല, ലോകത്ത് ആരിൽ വേണമെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആരിൽ വേണമെങ്കിലും ഇത് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭാര്യനെ ചൂത് കളിക്കും. അവിടത്തെ മറ്റേ കളി ഉണ്ടല്ലോ, ചൂത് കളിക്കാൻ പോകുമ്പോഴും കാസിനോ കളിക്ക് അവര് ഭാര്യനെ കൊണ്ടുപോകും. ഭാര്യനെ അടുത്തിരുത്തൂര്. ഭാര്യനെ അല്ല, അത് എന്താന്നുണ്ടെങ്കില് ഭാര്യനെ വില്ലന്മാരെ മറ്റുള്ള കളിക്കാരെ നല്ല സെക്സി ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് ഭാര്യനെ ലക്ഷ്യമൊക്കെ ഇട്ട് ചാന്ന് പൊട്ടും കൺമഷൊക്കെ ഇട്ടിട്ട് ഇവരടുത്ത് കൊണ്ട് ഇരുത്തും. അപ്പൊ വില്ലൻ കളിക്കുന്ന സമയത്ത് അവന്റെ കണ്ണ് എവിടേക്ക് പോവും? ഭാര്യയിലേക്ക് പോവും. ശുക്രനെ അട്രാക്ട് ആവും. ശുക്രൻ തിളങ്ങി നിൽക്കുന്നതുകൊണ്ട്, ശുക്രൻ അട്രാക്ട് ആവുന്നതുകൊണ്ട് അവന്റെ ആ കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ട് അവൻ കളിയിൽ ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയാണ് പല ആളുകളും ഗെയിം ജയിക്കുന്നത്. ഇതും പോരാഞ്ഞ് വിദേശ അമേരിക്കയിലുള്ള പലരും യൂറോപ്യൻ രാജ്യങ്ങളിലും ബിസിനസ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കുമ്പോൾ ഭാര്യയുടെ കൈകൊണ്ട് ഒരു കപ്പ് കാപ്പി കൊടുക്കും അയാൾക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട്. എന്നിട്ട് ഭാര്യ ചോദിക്കുമ്പോഴേ അവൻ എങ്ങനെ ഉണ്ടെന്ന് പറയും. ഭാര്യ ഓക്കെ പറഞ്ഞാൽ മാത്രമേ പാർട്ട്ണറുടെ അയാളെ തെരഞ്ഞെടുക്കുള്ളൂ. ഭാര്യയും ബിസിനസ് പാർട്ട്ണറും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. 2 ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഭാര്യനെ ബിസിനസ് പാർട്ട്ണർ കൂടെ വിടാനോ ബിസിനസ് പാർട്ട്ണർ കൂടെ സംസാരിക്കാൻ വിടാനോ നിർത്തരുത്. കാരണം അവർ തമ്മിൽ അട്രാക്റ്റഡ് ആവും, സ്വാഭാവികം. നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറും ഭാര്യയ്ക്കും ഒരേ സൈക്കോളജി ഉണ്ടാവും. ഇവർ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ പാടില്ല. ആരായാലും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ പ്രോബ്ലംസ് ഉണ്ടായിക്കണ്. ഇതാണ് വേൾഡ് സീക്രട്ട്. വേറെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തെ എവിടെ ഈ സീക്രട്ട് കിട്ടില്ല. നമ്മുടെ ദൈവം നമ്മളാണ് ഇത് ലോകത്തിന് കൊടുക്കുക. നമ്മൾ മൂലമേ ഇതെത്തു, അല്ലാതെ ഒരു ശാസ്ത്രം തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ശുക്രൻ ഇരിക്കുന്നത് കൊണ്ടാണ് ശുക്രനെ ആരെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് അതിനെ ഉപേക്ഷിക്കുന്നുവോ, ഭാര്യനെ ഉപേക്ഷിക്കാനല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്നുവോ, അതിനെടുക്കുന്നുവോ, അതും അന്നു മുതൽ നിങ്ങൾ ശുക്രൻ കണക്റ്റഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക്
തിളക്കമുണ്ടാവൂ. തിളക്കമുണ്ടായാൽ മാത്രമേ നിങ്ങളിൽ അട്രാക്റ്റ് നിങ്ങൾ പറയുന്ന കാര്യം ജനം വിശ്വസിക്കൂ. നിങ്ങളെ കാണുന്ന ആഗ്രഹിക്കുള്ളൂ. ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി ഓരോരുത്തർ വന്നു. ഇന്ന് ഒമാനിൽ ചേച്ചി വന്നിട്ട് പോയി. ജസ്റ്റ് കാണാൻ വന്നിട്ട് മാത്രം കണ്ട് അവരെന്നെ പോയി. എന്താണ് സംഭവം? ഞാൻ തിളക്കമുള്ള മനുഷ്യനാ. തിളങ്ങുന്നതാണ്. തിളക്കം മീൻസ് ശുക്രൻ. എന്നെ കാണുന്നു, അവര് പോകുന്നു. കണ്ട സന്തോഷം. തിളക്കമുള്ള വസ്തുക്കളെ വേറെ ഇഷ്ടമല്ല. കണ്ട് ഹായ് സൂപ്പർ. പൂരങ്ങള്, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ വെളിച്ചം, കുറെ ഉത്സവം, ലൈറ്റ്, സാധനം, ഷാഡോസ്, ഭയങ്കര രസല്ലേ. മലേഷ്യ കാണാൻ പറ്റാ. മലേഷ്യയിലെ ഫോട്ടോ നിങ്ങൾ കാണുമ്പോ ഫുൾ ലൈറ്റ് കണ്ട് സെറ്റ് ആയിരിക്കും. അപ്പൊ ഭയങ്കര ഇഷ്ടമായി കാണാൻ. അട്രാക്റ്റഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഭാര്യനെ അട്രാക്ട് ആയിട്ട് കൊണ്ട് നടന്നാലും നിങ്ങൾ എന്തിട്ട് ചിന്തിക്കുക, എന്റെ ഭാര്യ നീ ഇങ്ങനെ ഡ്രസ് ഇട്ടാ മതി, ഞാൻ എന്റെ ഭാര്യയോട് എങ്ങനെ ഡ്രസ് ഇടണമെന്ന് ഞാൻ പറയില്ല. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിൽ അവൾ ഇട്ട് നടന്നോട്ടെ. ബട്ട് ഞാൻ അവളെ മാർഷൽ ക്ലാസ് ഒക്കെ പഠിപ്പിക്കും. ആദ്യം ആരെങ്കിലും പിടിച്ച് മാന്തി കഴിഞ്ഞാൽ അവള് തന്നെ തല്ലിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആദ്യം പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും, നീ മാർഷൽ ആർട്സ് ആദ്യം പഠിക്കുക, എന്നിട്ട് നീ എന്ത് ഡ്രസ് വേണോ, നീ ഡ്രസ് ഇട്ടില്ല നടന്നോ, എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ബട്ട് ആരെങ്കിലും മാന്തിട്ട് പിന്നെ എന്റെ അടുത്ത് വരാതെ പറയരുത്. അപ്പൊ പിന്നെ കയ്യങ്ങളി ഇത് നീ തന്നെ തല്ലിയാ പിന്നെ പോലീസ് കേസ് എടുക്കില്ല. എന്നിട്ട് ഒരു തോക്കും ഒരു 10-25 കൊടുത്തൊരു തോക്കും മേടിച്ചു കൊടുക്കും. നീ ഷൂട്ട് ചെയ്തോ, വെടിവെച്ചോ, നിന്നെ ആരും ഉപദ്രവിക്കുന്ന ധൈര്യമായിട്ട് തോക്കും എടുത്ത് വെടിച്ചു. ആദ്യം തോക്കും മേടിച്ചു മാറി. എന്നിട്ട് പറഞ്ഞ് തോക്കും കയ്യിൽ വെച്ചോ. ഞാൻ മേടിച്ചു കൊടുക്കും. എയർ കണ്ണ്, ഐ മീൻസ് കൊണ്ട് ലൈസൻസ് ഉള്ള കണ്ണ് ഞാൻ കൊടുക്കും. തമാശല്ല, സീരിയസ് ആയിട്ട് മാർഷൽ ആർട്സും പഠിപ്പിക്കും, കണ്ണും കൊടുക്കും. എന്നിട്ട് നിന്നെ ഉപദ്രവിക്കാം ധൈര്യമായിട്ട് നീ ഷൂട്ട് ചെയ്തോ, കേസൊക്കെ ഞാൻ നടത്തിക്കൊടുക്കും, ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോ. പെണ്ണുങ്ങൾക്ക് ഒരിക്കലും കത്തി തൂത്താൻ പറ്റില്ല, കാരണം അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് തോക്കെടുത്ത് വെടിവെക്കാം. അതാണ് പെണ്ണുങ്ങളുടെ സൈക്കോളജി. ഞാൻ തോക്കും കൊടുത്ത് വിടും. ഒറ്റയ്ക്ക് എവിടേക്ക് പോണോ, നീ തോക്കും കൊണ്ട് പൊക്കോ, മാസം അതും പഠിച്ചു 4-5 പേരൊക്കെ തല്ലാനുള്ള എല്ലാതും ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ട് എന്നെ പുറത്തിറക്കും. എന്റെ മൈൻഡ് അങ്ങനെയാ. അപ്പൊ അതിനുള്ള ഭാര്യ വരണ്ടേ, അതിനുള്ള ബുദ്ധിയുള്ള പെണ്ണുണ്ടായില്ല. അതാണ് കാര്യം. സോ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കാണാൻ പോണത് പോരാണ്. കെട്ടിയാൽ വലിയൊരു വന്നാൽ ഇങ്ങോട്ട് വന്നാൽ അതിന് അതെല്ലാം ട്രെയിനിങ് കൊടുക്കും. ഞാൻ അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറക്കുള്ളൂ. ആരും എന്തൊരു ചോദിച്ചാൽ എന്താണെന്ന് തിരിച്ചങ്ങോട്ട് വെക്കും. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. ഞാൻ നടന്നു പോട്ടെ. അപ്പൊ ഇവിടെ ഫ്രണ്ട് നടന്നു പോണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞൊന്നും കണ്ടിട്ടില്ല സ്കൂളിലാ. അപ്പൊ 2 പിള്ളേർ വന്നിട്ട്, ഓ ഭയങ്കര സുന്ദരിയാണോ ചോദിക്കും. നീ പോടാ അമ്മ വെച്ചത് കയറി വന്ന് നോക്കിയാ എന്റെ മുഖത്തേക്ക്. അവന്മാരെ തലയിലും കഴിച്ച് ഒറ്റ പബ്ലിക്കായിട്ട് കുറെ ആളുണ്ട്. അപ്പൊ ഞാനാണ് ചെയ്യും വിചാരിച്ചറന്ന് തേടിയ പള്ളി കാലിച്ച് ഇങ്ങനെ ഒരു പെണ്ണ് തന്നെ വേണ്ടെന്ന്. അപ്പൊ അവള് ചോദിച്ചു, അയ്യോ പെട്ട് പണിയായി, ആളെ ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു. അങ്ങനെ അത്രയും ധൈര്യം വേണം. തെറി പബ്ലിക്കായിട്ട് തെറിവിളിച്ച്. ഓക്കെ, ഉണ്ണിയാർച്ച തന്നെ അതേപോലെ ഒരു ഭീകരനെ വേണം നമുക്ക്. ഫുഡും ഭീകരായിരിക്കണം, ഒരു രക്ഷയില്ല. ഗ്ലാമറൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടു നടക്കണം. നിങ്ങളും നിങ്ങളുടെ ഭാര്യനെ അങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയാണ് ഭാര്യനെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അതിൽ നിന്ന്. ഓക്കെ, അപ്പൊ അവർക്ക് ധൈര്യം കൂടും, നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നരേന്ദ്രമോദി ഈ വേൾഡ് സീക്രട്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു. ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം ഉള്ള കാര്യം. നിങ്ങൾക്ക് ലോകത്ത് ഫേമസ് ആവാൻ ശുക്രനല്ലേ? ശുക്രൻ ആരാ? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അല്ലേ? ആ യൂട്യൂബിൽ നിങ്ങൾ ഇറങ്ങിയാൽ ശുക്രൻ കണക്റ്റഡ് ആവും. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ ഇറങ്ങിയാൽ എം തിയറി ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എം തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇടും തോറും നിങ്ങൾ ഫേമസ് ആവും. നിങ്ങളെ ശുക്രൻ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് അർത്ഥം. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് വേറെ കാര്യം. എം തിയറിയുടെ വീഡിയോസ്, എം തിയറി ഇങ്ങനെയാണ്, നിങ്ങൾ കണ്ടുപിടിച്ചു, ഞാൻ സ്റ്റുഡന്റ് ആണ്, ഇതിങ്ങനെ ഇങ്ങനെ 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 നിങ്ങളും വീഡിയോസ് ഇടണം കടകടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലോകം മുഴുത്ത് പറക്കണം. അപ്പൊ നിങ്ങൾ ഫേമസ് ആവും. ശുക്രനിലൂടെ അത് ഉപയോഗിക്കാം. ഇൻസ്റ്റാഗ്രാമിലാവാം, അങ്ങനെ കടകടാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അറിവ് ഉപയോഗിച്ചിട്ട് അതിലൂടെ നിങ്ങൾ പെട്ടെന്ന് ഫേമസ് ആവും. ശുക്രൻ ഉപയോഗം, അതാണ് ശുക്രൻ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വന്നോണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫേമസ് ആയി നിങ്ങൾക്ക് അറിയപ്പെടാൻ കാരണം ശുക്രനാണ്. ഇവിടെ അറിയാത്ത, ഇവിടെ കുറെ ആൾക്ക് അറിയില്ല, ഇതിനെ കുറിച്ചൊന്നും നോളജ് ഒന്നും ഇല്ല. ഓക്കെ, സോ ശുക്രൻ ആരെല്ലാം, ശുക്രന്റെ കർമ്മം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമും നിങ്ങളുടെ മക്കളിലുണ്ടെങ്കിലും നിങ്ങളുടെ മക്കളും ഇൻസ്റ്റാഗ്രാമും വീഡിയോ ഒക്കെ ആയിട്ട് നടക്കും. അവരെ കുറ്റം കണ്ട് കാര്യമില്ല. ശുക്രന്റെ കർമ്മം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഡയറക്ഷൻ കൊടുക്കാണ് വേണ്ടത്, അല്ലാണ്ട് അവർ ചെയ്യണ്ടെന്ന് പറയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല മോളെ, നീ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോ നീ ഒരു സദ്യക്ക് പോകുമ്പോ നല്ലത് പറയും. നിങ്ങൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യും അവരെ. അപ്പൊ അവരുള്ളിൽ വരും, നല്ലത് ചെയ്യണല്ലേ. ഇവർക്ക് തുള്ളിച്ചാട്ടം മാത്രമേ അറിയുള്ളൂ, അവർക്ക് അവരത് കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളായിട്ട് നമ്മുടെ മക്കളെ അതിലേക്ക് ഇറക്കിയാൽ നിങ്ങൾ ഫേമസ് ആവും. നിങ്ങളുടെ മകൾ ഫേമസ് ആവുന്നത് പോലെ നിങ്ങളും ഫേമസ് ആവും. പക്ഷെ ഒരമ്മമാരോ ചെയ്യില്ല, ഞാൻ ചെയ്യും. എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, സോ അത് ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല,
കാലചക്രം അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പെൺപിള്ളേരും ചെക്കന്മാരും ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ വരുന്നത്. അത് കാലചക്രമാണ്. നിങ്ങളുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരുള്ളതായി പോകും. കാരണം നിങ്ങളുടെ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ തുള്ളിച്ചാട്ടുകാരില്ല കേട്ടോ, അതല്ല, എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്താൽ വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിലൂടെ ഈ ഇൻഫർമേഷൻസ്, അറിവുകൾ, നോളജ് എല്ലാം വരും. പക്ഷെ അതിനെ കൺട്രോളും ഇതൊക്കെ നിങ്ങൾ വേണം. അത് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കണം. കമന്റ്സ് ഒന്നും വായിച്ചു നോക്കരുത്. കമന്റ്സ് ഒന്നും തൊട്ട് നോക്കാം. ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട്. ഏതെങ്കിലും എവിടെയും കമന്റ് ഞാൻ വായിക്കാറുണ്ട്. കമന്റ് റീപ്ലൈ കൊടുക്കും. എന്റെ യൂട്യൂബിൽ ഒന്നും ഒരിക്കലും ഇല്ല. കമന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പിന്നെ തീർന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. അങ്ങനെ വായിക്കരുത്. അതൊന്നും അതിന്റെ ഒന്നും ഫോളോ ചെയ്യും. നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് ഏരിക്കുക. അവിടെ നിന്ന് റീപ്ലൈ വരും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോ 10ാമത്തെ കളിയിലെ സീക്രട്ട് എന്ന് പറയുന്നത്, ശുക്രനെ ആള് ഉപേക്ഷിക്കുന്ന സമയത്ത് ശനി അവിടെ ആക്ടിവേറ്റ് ആവും. ശുക്രനെ ആൾ ഇല്ലാതാക്കിയില്ലേ. എന്റെ ശനി എവിടെ ഇരിക്കുന്നത്? 12ാമത്തെ കളിയില് ചൊവ്വയുടെ കൂടെ, ചൊവ്വയുടെ കൂടെ അല്ലെ ശനി. സെക്യൂരിറ്റി. ആൾക്കും ചൊവ്വ ദോഷം ഉണ്ടാ? ലഗ്നത്തിൽ ചൊവ്വ ഉണ്ടാ? 10ാമത്തെ കളി. അപ്പൊ കർമ്മ ശനി ചൊവ്വ കണക്ട് ആയോ? ചൊവ്വ ആരാ? കിങ്കരന്മാർ. ശനി ആരാ? കാവൽക്കാരൻ. കാവൽക്കാരന്റെ ബുദ്ധിയും ശനിയുടെ ശക്തി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ശനിയുടെ ബുദ്ധിയും കാവൽക്കാരന്റെ ശക്തി ഉണ്ടെങ്കിലോ ഏറ്റവും പവർഫുൾ അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ ജനങ്ങളുടെ പൾസ് അറിയുന്നവനായിരിക്കും. രാജാവിന്റെ പൾസ് അറിയുന്നവനായിരിക്കും. അതായത് നാടിന്റെ, അതായത് ഈ രാജാവിന്റെ പൾസും അറിയും. അവൻ കൊല്ലാനും ഇതിന് നിൽക്കും ചെയ്യും. എന്നാൽ ജനങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും ചെയ്യും. 2 കർമ്മം. ഞാൻ മകരലഗ്നല്ലേ? ശനിയുടെ കർമ്മല്ലേ? ശനി ഉണ്ടോ? ഉണ്ടാ? ശനിയുടെ കൂടെ ചൊവ്വയുണ്ടോ? ശനിയും ചൊവ്വയുണ്ടോ ഗുരുവിന്റെ കളിയില്? ഇതേപോലെ ഇവിടെ ഇവിടെ ലഗ്നത്തില് ലഗ്നം എവിടെയാ? ചൊവ്വയുടെ കളിയിലല്ലേ? ചൊവ്വയുടെ ഡബിൾ ചൊവ്വയുടെ കർമ്മ ഉണ്ടാ? 10ാമത്തെ കളിയിൽ ചൊവ്വ ഉണ്ടാ? എനിക്കല്ല. ശനി ഉണ്ട് അല്ലെ? ശനി ഉണ്ട്. സോ എനിക്ക് എന്റെ 10ാമത്തെ കളി ഏതാ? തുലാമിന്റെ ഓപ്പോസിറ്റ് ആരാ? അതല്ല, ഓപ്പോസിറ്റ് ആരാ? ഡീഫോൾട്ട് ആരാ? ചൊവ്വ. അപ്പോഴും കണക്ടായില്ലേ? അപ്പോഴും ഈ നരേന്ദ്രമോദി അതേ തത്വം എന്റെ ജാതകത്തിന് കണക്ട് ആവുന്നില്ലേ? ഇന്റർ കണക്ട് ആവുന്നില്ലേ? ഇതുപോലുള്ള ഇന്റർ കണക്ഷൻ എടുക്കാൻ നിങ്ങൾ പഠിച്ചാൽ തെറ്റായി. ഇനിയൊരു ടെൻഷനും ഇല്ലെന്നർത്ഥം. പക്ഷെ ഈ നരേന്ദ്രമോദി അത് ഇപ്പഴാ ഞാൻ എടുത്തത്. ഞാൻ അത് എടുത്തിട്ടില്ല. ഞാൻ തുറന്നിട്ടില്ല. എനിക്കെന്റെ ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്തു എന്ന് മാത്രം. ലോകം മുഴുവൻ നമുക്കും പറക്കാൻ പറ്റും, പടർത്താൻ പറ്റും. നിങ്ങൾക്കും അതിൽ പങ്കാളിയാവാൻ പറ്റും എന്നർത്ഥം. ഈ കാലചക്രത്തിന്റെ മകരത്തിലെ മാന്തി ഇരിക്കുന്നില്ലേ, അത് 3ാമത്തെ കളി ആയതുകൊണ്ട് വീര്യം ശൂരൊക്കെ കാണിക്കുന്ന ഇതാണല്ലോ. അപ്പൊ ആള് പൊതുവെ ഒരു ആറ്റിറ്റ്യൂഡില് ഭക്തി മാർഗം, സന്യാസം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ആയിരിക്കുമോ? അതെ. മകരത്തിന്റെ പ്രത്യേകത, മകരം കള്ളിയുടെ പ്രത്യേകത എന്താണ്? തീർ പ്രകാരം കർമ്മം ചെയ്യാം. കർമ്മം ഗുരുവിലേക്ക് നോട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഫേമസ് ആയി വരാനുള്ള അല്ല, മാന്തി അവിടെ ഇരിക്കുന്നോണ്ട് ആള് മാന്തിക്ക് വേണ്ടി ജോലി എടുക്കണം. ശരിയല്ലേ? ആള് മാന്തിക്ക് വേണ്ടി പറയാൻ വെച്ചാൽ ആത്മീയതകൾ ഉയർത്തിക്കൊണ്ടുവരാനും ആള് ശ്രമിക്കുന്നില്ലേ? അഗ്നിയും തീയും വൈഫിനെ ഉപേക്ഷിച്ചിട്ട് സന്യാസിക്കാനൊക്കെ പോയി ആ രീതിയിലല്ല വന്നു പോയത്. അത് വേറെ. നിങ്ങൾ പറഞ്ഞത് അച്ഛന് ഗ്രഹങ്ങളുടെ കർമ്മം എടുത്ത് പറയും. അച്ഛനെന്ന് പറയുമ്പോ സൂര്യനിലേക്ക് പോണ്ട. ഞാനത് മാന്തി പോയ ഡയറക്ഷൻ. മാന്തി എവിടേക്കും പോകുന്നില്ല സുഹൃത്തെ. മാന്തി എവിടേക്ക് പോണേ? മാന്തി 3ാമത്തെ കളിയിലല്ലേ? ഇപ്പൊ എന്റെ 3ാം കളിയിൽ ആരാ? സൂര്യൻ. എന്റെ സൂര്യൻ 3ാം കളി സൂര്യൻ. ഞാൻ അച്ഛനിലേക്ക് പോണോ? ഇല്ലല്ലോ. ഞാൻ സൂര്യന്റെ കർമ്മം ഇപ്പൊ ചെയ്തോണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കല്ലേ? സൂര്യകർമ്മം ഞാൻ ആക്ടിവേറ്റ് ചെയ്തില്ലേ? ആ ആക്ടിവേഷൻ തന്നെയാണ് മാന്തി. മാന്തിനാളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അപ്പൊ കർമ്മത്തിലെ ആള് പെട്ട്. അതുപോലെ നിങ്ങളുടെ ശനി എവിടെയാണ് ആ മകരത്തിൽ ഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കൂട്ടുപിടിച്ചാലും അവൻ നിങ്ങൾ പൊന്തിച്ചു കൊണ്ടുപോകും. ഇപ്പൊ ക്ലിയർ ആയ കാര്യം. 11ാമത്തെ കളി ബിസിനസ് മേലേക്ക് ആൾ ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സൂര്യനും ബുധനും ഒക്കെ ഡോക്യുമെന്റ് ഇഷ്യൂ വരും, പ്രശ്നങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും വരും. ഒക്കെ പ്രശ്നമാണ് അർത്ഥം. വിമർശനം സൂര്യൻ അല്ലേ? അതൊക്കെ ബുദ്ധിമുട്ട്, ലോണ് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആൾക്ക്. ആളങ്ങനെ പോയി കഴിഞ്ഞാൽ അതെ ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപ് ആരാ? ബിസിനസ്സുകാരനല്ല. അയാളെ പോലെ നമുക്ക് ആവാം. പക്ഷെ ആവോ? ഇല്ല, പറ്റില്ല.
ആരോ വന്നു, ഞാനൊന്ന് ഓഫ് ചെയ്യുവാണേ. ആരാള് പേര് പറയും. അല്ല, ആരോ സ്മിതയാ. നിങ്ങളുടെ പേര് പറയാൻ നിങ്ങൾ ആരാ? കുറെ എന്റെ പേര് പേര് സ്മിത. സ്മിത ചേച്ചി, ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ പറയും. നിങ്ങൾ സ്മിതയാണെന്ന് പറയാം, അപ്പൊ എനിക്ക് അറിയുള്ളൂ. ഞാൻ നിങ്ങളെ എല്ലാവരും കാണാൻ പറ്റില്ല സ്ക്രീനില്. ശരി, ആരോ വന്നു വീട്ടിലതാണേ. ആയിക്കോട്ടെ, താങ്ക് യു. വേഗം ഓടിക്കോ. ഓഹോ, ഉണ്ടോ? ശരി. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ? സാധനം കാര്യം മനസ്സിലായോ? ഇവിടെ പരമേശ്വരൻ ചേട്ടനുണ്ട് കൈയും കാലും പൊക്കിയിട്ട്. എന്ത് ചേച്ചി ആരും മിണ്ടുന്നില്ല. ഇവിടെ ആർക്കും മിണ്ടാൻ ധൈര്യമില്ല. ഹോറോസ്കോപ്പ് എന്റെ എഴുതി എടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മൊബൈലിലൊക്കെ എടുക്കണം, അത് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. മൊബൈൽ മൾട്ടിപ്പിൾ സ്ക്രീൻ ആക്കാനൊക്കെ പറ്റൂട്ടാ. അതൊക്കെ പഠിപ്പിച്ചിടത്തോളൂ. അതിലൊക്കെ രണ്ട് മൊബൈൽ അല്ലല്ല, ഒരു സ്ക്രീൻ, ഒരു മൊബൈലില് 2 സാധനം ഉപയോഗിക്കാം. ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാം, രണ്ടും എടുക്കാം. 2 സ്ക്രീനിന്റെ സ്പ്ലിറ്റ് ആവും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ടെക്നോളജി കാലം വളർന്നില്ലേ. ഒക്കെ പഠിക്കണം നമ്മള് കേട്ടാ. അറിയാത്തതെല്ലാം പഠിക്കണം. ഗൂഗിൾ മീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ തുറക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ഫോണിൽ മറ്റേ വീഡിയോ കാണാം, യൂട്യൂബ് തുറക്കാം. സൗണ്ട് ഇല്ലാവില്ലെന്ന് മാത്രം. യൂട്യൂബ് തുറക്കാം, എല്ലാ കാര്യം ചെയ്യാം നമുക്ക്. ശരി, ഇപ്പൊ ഫ്യൂച്ചർ നേരെ നോക്കി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയും. 12ാമത്തെ പള്ളി നോക്കിയേ, അത് ശുക്രന്റെ പള്ളിയല്ലേ? ആള് അയന ശയന ഭോഗം, അത് ആള് ഉറങ്ങാറുണ്ടാവും മര്യാദക്ക്. അതൊക്കെ ആള് ഉപേക്ഷിച്ച ബാലൻസ് ചെയ്യണം. പക്ഷെ അതെ, അതന്നെ, അത് ആള് ഉപേക്ഷിച്ച. ആൾക്ക് ഉറക്കണ്ട. ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ലേ? ഇല്ലല്ലോ. ആള് ഗ്ലാമറായിട്ട് വന്നൊക്കെ വിമർശനം ഉണ്ടാവും. കോട്ടിട്ട് വന്നൊക്കെ പറഞ്ഞ പ്രശ്നമായിരിക്കും. ശരി, പോട്ടെ. ഇപ്പൊ ഇനി ആൾക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ കാലചക്രത്തിന്റെ ശനി എവിടെയാ? മീനത്തില്. അപ്പൊ സർപ്പം. അപ്പൊ മീനത്തിൽ ഇപ്പൊ ആരുള്ള? രാഹു. മീനത്തിൽ ഇപ്പൊ രാഹു ഉണ്ടോ? ഇപ്പൊ രാഹു മീനത്തിൽ തന്നെയല്ലേ ആകാശത്ത്? ഇപ്പൊ രാഹുവിന്റെ മുകളിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പൊ. ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ്. ആക്സിഡന്റ്, രാഹു ആക്സിഡന്റ് തന്നെ വേണമെന്നില്ല. രാഹു ക്യാൻസർ പോലെ. രാഹുവും ശനിയും, അതായത് ക്യാൻസറും വെയിറ്റ് ചെയ്യും. നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. ക്യാൻസർ രോഗം പറഞ്ഞത് 6ാമത്തെ കള്ളിയിലും 8ാമത്തെ കള്ളിയിലും ജോയിന്റ് ആവണ്ടേ. ഇത് 6ാമത്തെ കള്ളിയിൽ 5ാമത്തെ കള്ളിയില്ലേ ആത്മാ. അപ്പൊ നിങ്ങൾ അങ്ങനെ എടുക്ക്. 5ാമത്തെ കള്ളിയിൽ ഡബിൾ രാഹു കർമ്മ. അപ്പൊ രാഹു ഗോചാരത്തിന് കാര്യങ്ങൾക്ക് സ്പീഡ് കൂടുവാണല്ലോ. അതല്ല, 5ാമത്തെ കള്ളി ആത്മാവല്ലേ? അപ്പൊ ശനി അല്ല ദൈവമേ, രാഹു. എവിടെ ശനി വരുന്നത്? അല്ല, ശനി ഇപ്പൊ വരുമ്പോ ശനി ആത്മാവിനെ പിടികൂട്ട്. ശനി ഇപ്പൊ അതോ വെയിറ്റ് ചെയ്യും. രാഹു പിടികൂടിയിട്ടുണ്ട്. അപ്പൊ രാഹുവിന്റെ മുകളിൽ രാഹു വന്നിരിക്കുന്ന സമയം. രാഹുവിന്റെ മുകളിൽ രാഹു വന്നുള്ള പ്രശ്നം എന്തൊക്കെയാ? ആള് രാഹുവിന് പോസിറ്റീവ് ചെയ്ത ആള്. രാഹു ആരാ? മുരുകന്റെ കണക്ഷൻ രാഹു വരുന്നുണ്ട് അല്ലെ? വിശാഖത്തിലെ മുരുകൻ പിറവെടുത്ത് വിശാഖത്തിലാ. കാർത്തികയല്ല, കാർത്തികേയനല്ല മുരുകൻ. കാർത്തിക നക്ഷത്രം അല്ല മുരുകന്റെ നക്ഷത്രം, വിശാഖ. മുരുകന് വേണ്ടി ആള് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മുരുകന് വേണ്ടി ദണ്ടും, മുരുകന് വേണ്ടി മുരുകയുഗം വരുന്നതുകൊണ്ട് ദണ്ടും മുരുകന്റെ ഇതൊക്കെ വേലും കാര്യങ്ങൾ സമർപ്പിച്ച 6 മാസം മുമ്പല്ലേ രാഹുലേക്ക് കടന്നേ. രാഹുവിന്റെ കളിയിലേക്ക് രാഹു ഗോചാരത്തിൽ കടന്ന 6 മാസം മുമ്പല്ലേ? അതേ 6 മാസം മുമ്പ് ആള് അറിഞ്ഞോ അറിയാതെയോ? അറിഞ്ഞോ എനിക്ക് നമുക്കറിയില്ല. ആള് മുരുകന്റെ പേര് ഇതൊക്കെ പ്രതിഷ്ഠിച്ചോ? ഇല്ലേ? അപ്പൊ മുരുകൻ ആള് പോസിറ്റീവ് ആക്കിയോ? അപ്പൊ രാഹു ആൾക്ക് പോസിറ്റീവ് അല്ലേ? ആണ്. അപ്പൊ രാഹുവിന്റെ പ്രശ്നം ആൾക്ക് ഉണ്ടാവോ? ഇല്ല. ശരി, അങ്ങനെ ആകുമ്പോ ഇനി രാഹു മൂലം ആൾ എന്ത് സംഭാവന ചെയ്യും ലോകത്ത്? ഈ രാഹുവിന്റെ ആര് കടക്കാൻ പോകുന്നു? ശനി കടക്കാൻ പോകില്ല. ഇപ്പൊ ശനിയും രാഹുവും കൺജക്ഷൻ ആണ്. ശനി രാഹു വരുമ്പോ ശനി രാഹു ട്രെയിൻ വരും, സ്പീഡിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ വരും. അതുപോലെ സ്പീഡിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും ശനി രാഹു വരും. വിമാനം, അതൊരു പ്രശ്നം ഉണ്ടാവുന്നല്ല. അപ്പൊ ആള് പുതിയ വിമാനം ഇറക്കുകയോ, പുതിയ ട്രെയിൻ ഇറക്കുകയോ, ബുള്ളറ്റ് ട്രെയിൻ ഇറക്കുകയോ, ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അത് കർമ്മയിലുള്ളതാണ്, അത് ആകാശത്തുള്ളതാണെങ്കിലും ആളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ വരും. അതിന്റെ ഫലമായിട്ട് ഇപ്പോ വലിയൊരു ഹൈഡ്രജൻ ട്രെയിൻ ഇറങ്ങിയോ? ലോകത്തെ ഏറ്റവും വലിയ കരുത്തനായ ട്രെയിൻ ഇന്ത്യ ഇറക്കിയത് അണ്ടർ വാട്ടർ ട്രെയിൻ. അണ്ടർ വാട്ടർ ട്രെയിൻ അടുത്ത 2 കൊല്ലം കൊണ്ട്, അടുത്ത ശനി വന്ന് 2 കൊല്ലത്തിനുള്ളിൽ അണ്ടർ വാട്ടർ ട്രെയിൻ ഇന്ത്യ നിർമ്മിക്കും. അന്തർവാഹിനിയായിട്ട് ട്രെയിൻ ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഇതില് അന്തർവാഹിനി വിടുകയും ചെയ്യും കടലിനടിയിലൂടെ. മീനം കടലല്ലേ? അപ്പൊ ഷട്ടിൽ ട്രെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിക്കുന്ന ട്രെയിൻ കടലിലൂടെ പോകും. അതൊക്കെ ഇറങ്ങാൻ പോകുന്നു ഫ്യൂച്ചർ. പുള്ളിയുടെ സാധനം പുള്ളി അതുള്ളതുകൊണ്ട് അങ്ങനെ ആവുന്നു മാത്രം.
പക്ഷെ എല്ലാത്തിനും വിമർശനങ്ങൾ അവിടെ ഇരുന്ന് ഇവിടുന്ന് വന്നുകൊണ്ടേയിരിക്കും. സൂര്യനും ബുധനും കേതൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്താലും കുറ്റം ഉണ്ടാവും, അവിടെ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ രാഹുലിന്റെ മുകളിൽ പോകുമ്പോ ആളുടെ ലൈഫിൽ പോണ സമയത്ത് ആളുടെ ആത്മാവിന്റെ കർമ്മം കൂടിയാണത്. എന്ത് ലോകരാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിൻ, അതുപോലുള്ള സ്പീഡ് റോഡുകള്, അതുപോലെ പല കാര്യങ്ങളും നിർമ്മിക്കുക എന്നത്. അതുകൊണ്ട് ആള് പാലം, കടലിന്റെ മുകളിലുള്ള പാലങ്ങള്, റോഡുകള്, അന്തർവാഹിനികള്, ഇതുപോലെ പല കാര്യങ്ങളും ആള് 2 കൊല്ലത്തിനുള്ളിൽ പണിയും. ആളെ നേതൃത്വത്തില് ഷിപ്പിംഗ് റൂട്ടുകൾ പുതിയത് സെറ്റ് ചെയ്യും, കടലിലൂടെ ബോട്ട് യാത്രകൾ സെറ്റ് ചെയ്യും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്യുന്ന, സ്പീഡിൽ യാത്ര ചെയ്യുന്ന സകലമാന സാധനങ്ങളും ആൾ സെറ്റ് ചെയ്യും. ലോകത്തെ ഏറ്റവും വലിയ വിമാനം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ വിമാനം പോലുള്ള സംഭവങ്ങളൊക്കെ ഇനി ചെയ്യും. എന്ത് ചെയ്യും? ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. മേ ബി കാണിക്കാം, ഇന്ത്യയിൽ വരാം, ചിലപ്പോൾ പണിയാം. അങ്ങനെയൊക്കെ ന്യൂസുകൾ ഇനി 1-2 കൊല്ലം ബാക്കിയുണ്ടല്ലോ, 1.5 കൊല്ലം ബാക്കിയുണ്ടല്ലോ, 1.5 കൊല്ലത്തിനുള്ളൊക്കെ വരാം. ഇതൊക്കെ ന്യൂസുകൾ വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കപ്പലില് പ്രശ്നം, കടലില് പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും, ഭക്ഷണ സാധനങ്ങൾ ബ്ലോക്ക് ആവുക, ഇതൊക്കെ വരും. പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ആളുടെ മരണം എങ്ങനെയായിരിക്കും? 6ഉം 8ഉം അല്ലേ നോക്കണ്ടേ? 6ഉം 8ഉം. ചന്ദ്രൻ ഡബിൾ ചന്ദ്രകർമ്മല്ലേ? ലഗ്നത്തിൽ ചന്ദ്രനുണ്ട്, 7ലും 8ാം ഭാവം ബുധന്റെ അല്ല, 8ാം ഭാവം ബുധന്റെ കർമ്മയാണ് അല്ലെ? അപ്പൊ ആളുടെ ശുക്രനും വയറുമായി ബന്ധപ്പെട്ട് ഞരമ്പുമായി ബന്ധപ്പെട്ട് ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് 8ാം ഭാവം എന്ന് പറയുമ്പോ വയറിന്റെ ഭാഗത്ത് തന്നെയാണല്ലോ 8ാം ഭാവത്തിലും വരുമ്പോ. അപ്പൊ ചൊവ്വയുടെ പ്രശ്നമായിട്ട്, ചൊവ്വയും പ്രശ്നമുണ്ട്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് ഞരമ്പില് പ്രശ്നം വരും, ഡിസീസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആള് മരണപ്പെടാൻ അർത്ഥം. ശുക്ര അത് മാത്രമല്ല, ചൊവ്വ 6ലും ചൊവ്വയുണ്ട്, ലഗ്നത്തിലും ചൊവ്വയുണ്ട്, 8ലും ബുധനുണ്ട്. ഈ ചൊവ്വയുടെ പ്രശ്നം ആൾക്കുണ്ട് 6, 1. അപ്പൊ അറ്റാക്ക് അല്ല, ഞരമ്പ് മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ, തളരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആൾക്ക് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റാള് മരിച്ച പോലെ വേദിയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ ഹൃദയാഘാതം പോലെ അങ്ങനത്തെ ഒരു അൺകോൺഷ്യസ് ഡെത്ത് ആയിരിക്കും ആൾക്ക് സംഭവിക്കും, ഞരമ്പിനെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ശരി, ഓക്കെ. ഇനി ആളുടെ നവാംശം, കല്യാണം നവാംശം നോക്കിയേ. ലഗ്നത്തിന് കൂടെ നവാംശത്തിൽ കണ്ടോ? ഗ്രഹം തന്നെയാണ്, രാശിയുടെ തൊട്ട് താഴെ നവാംശം ഉണ്ടല്ലോ, അതിൽ നോക്കിയ ലഗ്നത്തിൽ കുജനുണ്ടാ? ചന്ദ്രൻ കർക്കടകം ദുർക്കട, വിവാഹം ദുർക്കടല്ലേ? ചൊവ്വ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഡബിൾ ചൊവ്വ കർമ്മം ഒന്നല്ലേ, ഒരു രക്ഷയില്ല ആൾക്ക്. കല്യാണ ജീവിതം പ്രശ്നം നടത്തും ആൾക്ക്. ശരി, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആളുടെ മുൻജന്മത്തിലേക്ക് പോവാം. ആളുടെ മുൻജന്മം കൂടെ എടുക്കാം, ബാക്കി കുറെ ഉണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. D6 എടുത്ത വർഗചക്രങ്ങള് D6 എടുത്താം. ലഗ്നം മിഥുനത്തിലാണ്. അതെ, ലഗ്നം മിഥുനത്തില്. ഏത് നക്ഷത്രത്തില്? താഴെ നോക്കിയാൽ കാണാം തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രം ശിവന്റെ നക്ഷത്രമാണ്. കല്യാണം കഴിഞ്ഞിട്ട് സതി അഗ്നിയിൽ ചാടി പിന്നെ പാർവതിയായിട്ട് വന്നൊക്കെ ഓർമ്മയുണ്ടോ? അത് മുൻജന്മ കർമ്മയില് തിരുവാതിര നക്ഷത്രം. കല്യാണം കൊണ്ട് ആൾക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടില്ല എന്നർത്ഥം. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നോ മുൻജന്മത്തില്? അപ്പൊ ഈ ജന്മത്തിൽ അതുണ്ടാ? ആളെന്ത് പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല. ഇന്ത്യയിൽ എല്ലാവർക്കും നിങ്ങൾക്ക് 15 വർഷം ഇട്ട് തരാന്നൊക്കെ പറയുമ്പോ അത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായോ? ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായ ആൾക്ക്. അത് മുൻജന്മ കർമ്മവുമായി ബന്ധപ്പെട്ട് ആള് അങ്ങനെ ചെയ്തിരുന്നു. ആള് മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞു. ഈ ജന്മം ആൾക്ക് കിട്ടി. തിരുവാതിര ശുക്രൻ കർമ്മല്ലേ? അതെ, മുൻജന്മം കറക്റ്റല്ല. ശരി, ഇനി അതിന്റെ 7 നോക്കിയേ. ഗുരുവിന്റെ കർമ്മ ആൾക്കുണ്ട്, അതാണ് കുട്ടികളില്ലാത്തത്. ശരി, ഇനി അത് പോട്ടെ. ഗുരു എവിടെ ഇരിക്കണേ? 7ാം ഭാവം എവിടെയാ?
മിഥുനത്തില് പുണ്യ കള്ളി പുണ്യം അതെ. ചെയ്യാൻ. സൂര്യനും കുജനും അതെ. ബുധനും ഒരു കള്ളിയിലിരിപ്പുണ്ട്. അതെ. ഉം. ഓക്കെ. അത് മാത്രല്ല, പിന്നെ ആൾക്ക് ആളുടെ മുൻജന്മത്തില് ആളുടെ കർമ്മ ഏതായിരുന്നു? ശനിയും 10 നോക്കിയ ശനിയും ഓപ്പോസിറ്റ് ചന്ദ്രനും. ഈ ചന്ദ്രൻ ഗുരു. അങ്ങനല്ല. ഇനിയിരിക്കുന്ന 10ാമത്തെ കള്ളി ചന്ദ്രൻ കർമ്മയാണ്. സോഷ്യൽ സർവീസ് തന്നെയായിരുന്നു ചെയ്യേണ്ടിരുന്നത് കഴിഞ്ഞ ജന്മത്തില്. അങ്ങനല്ല പറയണ്ട. 10ാമത്തെ കള്ളിയില് ആ കർമ്മത്തിന്റെ കള്ളിയില് ശനി ഇരിപ്പുണ്ട്. ആ. അപ്പൊ ആള് ജനങ്ങളുടെ കാവൽക്കാരൻ തന്നെയായിരുന്നു, ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് തന്നെയായിരുന്നു മുൻജന്മത്തില്. യാതൊരു സംശയമില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ശനിക്ക് നക്ഷത്രം നോക്കിയൊക്കെ ഉത്രട്ടാതി. ചന്ദ്രൻ കർമ്മല്ലേ? അതന്നെ. ചന്ദ്രൻ ആൾക്ക് ലഗ്നം, ഇപ്പൊ ലഗ്നത്തില് ചന്ദ്രൻ ഉണ്ട് ആൾക്ക് ഈ ജന്മത്തില്. ഉണ്ട്. കറക്റ്റ് അല്ലേ? നമ്മുടെ തീരെ കറക്റ്റ് അല്ലേ? അതെ. സോ ഇങ്ങനെ നരേന്ദ്രമോദിയല്ല ഏതൊരുത്തിന്റെയും മുൻജന്മം വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അർത്ഥം. മുൻജന്മത്തിൽ വിവാഹം ശുക്രൻ നോക്കിയ ബുധൻ ശുക്രൻ ഏത് കളിയില? ട്രാപ്പല്ലേ? പാളിക്ക് ആൾക്ക് ആയിട്ടിന്റെ പണിയാണ്. ആക്ടിന്റെ പണിയായിരുന്നു അവിടെ ഉണ്ടായത്. അതന്നെ ഈ ജന്മത്തിൽ ഫോളോ ആയ ഈ ജന്മത്തിലെ കറക്റ്റ് ആയ അതെ. നമ്മുടെ തിയറി പെർഫെക്റ്റ് അല്ലേ? നരേന്ദ്രമോദി ആയാലും വിടുവോ നമ്മള്? പിന്നെ നമ്മുടെ അടുത്ത് ഏത് കുറഞ്ഞമാരും വന്നാലും അവനെ പിടിക്കൂലേ നമ്മള്? നിരീശ്വര പിന്നെ അവന്റെ കട്ടപ്പോകല്ലേ? അത് നമ്മൾ പപ്പടാക്കി വിടില്ലേ? നമ്മുടെ അടുത്ത് നരേന്ദ്രമോദി വന്ന ഞാൻ നിങ്ങളുടെ അടുത്ത് നരേന്ദ്രമോദി ഒന്നൊന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിടത്തേക്ക് മോദി കിളി പറഞ്ഞു പോലേ. ജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ? ഇനി നരേന്ദ്രമോദിക്ക് ഓരോ കൊല്ലം സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ എടുക്കാം. അടുത്ത കൊല്ലം എന്ത് ചെയ്യും, അതിന്റെ അടുത്ത കൊല്ലം 74ാമത്തെ വയസ്സ് വരുമ്പോ മാന്തിയല്ലേ വരുന്നത്? 24 എണ്ണിയാ മാന്തിയാണ് മകരം. മാന്തി വന്നോണ്ട് കാര്യമില്ല. അപ്പൊ കൂടുതൽ ആത്മീയതയിലേക്ക് പോകാൻ സാധ്യത. അങ്ങനില്ല. മാന്തി മരണം എടുത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗോചാരത്തും കൂടി നോക്കണം. 74ാമത്തെ വയസ്സിൽ ഗോചാരത്തിൽ ഗ്രഹം എവിടെയാന്ന് കണ്ടുപിടിക്കണ്ട. അപ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. മാന്തി അവിടെ നിന്നോണ്ട് എഴുതുന്ന അങ്ങനെയില്ല. അപ്പൊ ഭാര്യക്ക് പണിയായിരുന്നു. ഭാര്യ നിൽക്കുന്ന നക്ഷത്രം ഏതാ മുൻജന്മത്തില്? അനിഴം. ആളുടെ ഇപ്പൊ ചന്ദ്രൻ ആളുടെ ഇത് നിക്കുന്നതോ ഈ ജന്മത്ത് ചൊവ്വ നിൽക്കും ചൊവ്വ നിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന അനിഴത്തിലല്ലേ? അപ്പൊ എക്സാക്ട്ലി ശുക്രൻ അവിടെ ഇന്റർകണക്റ്റഡ് ആയ. ശുക്രൻ ഭാര്യയല്ല, ശുക്രൻ ആയാ. അപ്പൊ അവിടെ എന്തോ ശുക്രന് വേണ്ടി പണിയെടുത്തിരുന്നു, പണി കിട്ടി. അപ്പൊ ഈ ജന്മം അത് പൂർത്തി കറക്റ്റ് ആയിട്ട് ആള് കൊണ്ടുപോകുന്നു എന്നർത്ഥം. അപ്പൊ ഒരു നായകനാവാനും ഒരു വലിയ രാജാവാവാനും നിങ്ങൾക്കും സാധിക്കും, നിങ്ങളുടെ ജാതകം. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ജാതകം എടുത്തുകൊണ്ട് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ഇദ്ദേഹം ഇന്ത്യ ഭരിക്കുന്ന കുട്ടിയായിരിക്കുമ്പോ. നിങ്ങളുടെ മകന്റെയോ ജാതകം എടുത്ത് ഒരിക്കലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആവുന്നൊന്നും ഒരിക്കലും ആസ്ട്രോളജി വഴി പ്രവചിക്കാൻ പറ്റില്ല. അതിന് പ്രശ്നം ഇൻഡ്യൂഷൻസ്, പിന്നെ കാണാനുള്ള കഴിവ്, അതൊക്കെ വേണം. അല്ലാതെ ഒരു കാരണത്തിലും പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെ പറ്റില്ല, അല്ലാതെ വേറെ വഴിയില്ല. കാര്യം മനസ്സിലായോ? ഇതാണ് യോഗം. ഇതാണ്. അപ്പൊ നിങ്ങൾക്കല്ല, അപ്പൊ ഈ പറയുന്ന വിധി, അപ്പൊ ആള് വിധിയെ ഉപയോഗിച്ച് ഈ കർമ്മത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ ഗതി മാറ്റി. അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞിട്ടാവാം. ആള് മെഡിറ്റേഷനും യോഗയും ധ്യാനമൊക്കെ ചെയ്ത ആളാണ് ആള്. അങ്ങനെ സന്യാസത്തിൽ നടന്നതാ. അപ്പൊ ആളെ സന്യസിച്ചുകൊണ്ട് ശുക്രനെ ഉപേക്ഷിച്ച് ആദ്യാത്മിക ശക്തി ഉണ്ടാക്കി ആളാ കർമ്മത്തിനെ മാറ്റി. ഇങ്ങനെ കർമ്മത്തെ മാറ്റുന്ന ആർക്കും ലോകത്ത് ഫേമസ് ആവാം, നമ്പർ 1 ആവാം, വളർന്നു വരും. പക്ഷെ സാക്രിഫൈസ് ചെയ്യണം കുറെ. ചിലപ്പോ ഭക്ഷണം കിട്ടില്ല, ചിലപ്പോ ആള് ഫുഡില്ലാതെ നടന്നിട്ടുണ്ടായിരിക്കും, വെള്ളമില്ലാതെ നടന്നിട്ടുണ്ടായിരിക്കും, അലഞ്ഞു നടന്നിട്ടുണ്ടാവും, കാട്ടിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, സൂര്യന്റെ ചൂടേറ്റ് ബോഡി കരിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഭക്ഷണം കിട്ടാതെ ഇരുന്നിട്ടുണ്ടാവും, പട്ടിണി കിടന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ആളിന്ന് ഇവിടെ എത്തിയെന്ന് അർത്ഥം. ഇതൊന്നും ഒരു മീഡിയം പുറത്തു വിടില്ല എന്ന് പറയൂ. ഏതെങ്കിലും മീഡിയ പറയൂ ആൾ 26 വയസ്സിൽ ഇന്ന സ്ഥലത്ത് ഇന്ന മലയിലായിരുന്നു താമസിണ്ടെന്ന് ആരെങ്കിലും പറയൂ? പറഞ്ഞാൽ പോയില്ലേ? നമ്മളെ പറയൂ. നമുക്ക് മാത്രമേ ധൈര്യമുള്ളൂ എന്നർത്ഥം. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളു കാര്യം. കാര്യം മനസ്സിലായ? നരേന്ദ്രമോദിയുടെ എന്തും നമുക്ക് പ്രവചിക്കാം. നമുക്കിപ്പോ ഒരുപാട് ഡീറ്റെയിൽസ്, ഇനി ഒരുപാട് 1 മണിക്കൂർ സംസാരിക്കുന്ന കാര്യങ്ങൾ മോദിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇനി അതിന്റെ മുൻജന്മം എടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതിന്റെ 5 എടുക്കണം. അതിന്റെ 5 എടുക്കണം.
അവിടെയും തുലാം ആ ശുക്രന്റെ അവിടെയും തുലാ ശുക്രൻ ശുക്രൻ വന്നില്ലേ, ഡിഫോൾട്ട് ശുക്രൻ ചൊവ്വയും വന്നില്ലേ, അപ്പോഴും കണക്ട് ആയോ. അപ്പൊ ശുക്രൻ ആളെ അത് തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കാമോ കഴിഞ്ഞ മുൻജന്മം. സാറേ ഈ മുൻജന്മം എടുക്കുമ്പോ എന്താ മീനത്തിലല്ലേ ശനി ഇരിക്കുന്നത്, അപ്പൊ ആ കർമ്മ അപ്പോഴും പൂർത്തിയായിട്ടില്ലാത്ത കൊണ്ടല്ലേ അവിടെ ഈ ജന്മത്തിൽ സർപ്പം ഇരിക്കുന്നത്, അതെ അതുകൊണ്ട് തന്നെയല്ലേ? മുൻജന്മത്തിൽ ആള് പുണ്യം ചെയ്തിരുന്നു, അവിടെ ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് പക്ഷെ ജോലിപരമായിട്ട്. എന്നാലും വീണ്ടും വീണ്ടും ആഗ്രഹം ഉള്ളത് ആ കൊണ്ടായിരിക്കില്ല, അതെ, കർമ്മരംഗത്ത് തന്നെ ആ ആഗ്രഹം ഉള്ളത് കർമ്മരംഗത്ത് തന്നെ ശനി കൊണ്ടായിരിക്കും വന്നു, അവിടെ സർപ്പം സർപ്പം വന്നു ഇരിക്കുന്നത്. തീർന്നിട്ടുണ്ടല്ലോ. ആ അത് മരിക്കണ മുമ്പ് ഇനിയും ചെയ്യണം, അതുകൊണ്ട് മരിച്ചു, അതുകൊണ്ട് വീണ്ടും സർപ്പം അവിടെ വന്നു, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് എൻ്റർ ആയി. ഓക്കെ. കാര്യം മനസ്സിലായോ? അപ്പൊ ആള് മരിക്കുന്നതും ബുധന്റെ കർമ്മേല മരിക്കുന്ന അർത്ഥം. ഓക്കെ. ചന്ദ്രൻ അത് നോക്കിട്ട് നമുക്ക് എടുക്കാം, അതൊക്കെ എടുക്കുന്നത് ഇനി ആളെ മരണം ഒക്കെ നോക്കിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം ബാക്കി കാര്യങ്ങൾ. സോ ഇത്രയും തൽക്കാലം ഇനിയും ഒരുപാട് കാര്യം നമുക്ക് എടുക്കാനുണ്ട്. ഇത് തന്നെ എടുക്കാനുണ്ട്, മുൻജന്മത്തിൽ തന്നെ ഒരുപാട് കാര്യം എടുക്കാനുണ്ട്. സർപ്പവും കേതുവും മാന്തി, അതായത് രാഹുവും കേതുവും മാന്തിയും ഒരു കളിയിലാ, കുംഭത്തിന്റെ കളിയില്. മനസ്സിലായോ? എല്ലാം ചതയത്തിലല്ലേ? ആ അതൊക്കെ ഒരു കള്ളിയിലിരിക്കുക, കുംഭത്തിലിരിക്കുക. അപ്പൊ അത്രയും ആള് ഡീപ്പായിട്ട് ആത്മീയതയുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്നല്ലെങ്കിൽ വിമർശനം, അല്ലെങ്കിൽ അതിൽ ഫൈറ്റ് ചെയ്യുക. ആത്മീയതനെ എന്തോ ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു അർത്ഥം. സൂര്യന്റെ കള്ളിയിലേക്ക് കണക്ഷൻ ഉണ്ട്, കുംഭമുണ്ട്, ഒഴുകി വരുന്നുണ്ടായിരുന്നു നമുക്ക്. അന്ന് അവിടുന്ന് ആൾക്ക് സഹായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ സഹായം മുൻജന്മത്തിൽ ഉണ്ടായിരുന്നു നമുക്ക്, ഈ പറയുന്ന സൈക്കിക് എബിലിറ്റിയുമായി ബന്ധപ്പെട്ട എന്തൊരു കർമ്മ അതന്നെ ആൾ ഈ ജന്മം ആക്ടിവേഷൻ ചെയ്ത് നാട് വിട്ടു പോയിട്ട് അതാണ് ചെയ്തത്. അങ്ങനെ അതെ, ഈ മൂന്നും ചതയത്തിൽ തന്നെ. അപ്പൊ അത് സർപ്പം ബുധന്റെ കൂടെയാണ് രണ്ടെണ്ണം, ഒരെണ്ണം രവിയോട് സാരം ചേർന്നിട്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അന്വേഷിച്ച, അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിക്കാനുള്ള രാഹുകർമ്മയല്ലേ ചതയം വരിക? അതന്നെ അപ്പൊ അതായിരിക്കില്ലേ കണക്ഷൻ എടുക്കുക അല്ലേ? അതന്നെ. അതുമാത്രല്ല, രാഹു പഞ്ചായത്തിനാണ് ഈ ജന്മത്തിലെ ആൾക്ക്. അതെ അതെ. ഇതാണ് ഇങ്ങനെ ഈ നരേന്ദ്രമോദി ഇലിമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വീഡിയോ ഇറക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായോ? ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കടമയാണ്. അല്ലാണ്ട് ഇത് ഇലിമിനാറ്റിയാണ്, നരേന്ദ്രമോദി ഇങ്ങനെ കാണിച്ചു, നരേന്ദ്ര അത് കാണിച്ചു, കയ്യന്റെ ആക്ഷൻ കാണിച്ചത് ഇലിമിനാറ്റിയാണ്, ഒറ്റക്കണ്ണാണ്, ശുക്രൻ ഒറ്റക്കണ്ണാന്നൊക്കെ പറഞ്ഞ് ഈ ലോകം ഇങ്ങനെ പോവും. നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല. ഈ ലോകം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിവരക്കേടും തലയിൽ കൊണ്ട് നടക്കുക. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരുത്താനൊന്നും പോണ്ട, അവരെന്തോ പറഞ്ഞോട്ടെ. മനസ്സിലായോ? നരേന്ദ്രമോദി മറ്റേ ഇവനാണ്, ഇലിമിനാറ്റിയാണ്, അവരെ ഗ്രൂപ്പിലുള്ളവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായോ? പക്ഷെ അവരെ കൺട്രോളിലാണ്, ഇല്ലെന്നും പറയുന്നില്ല. അങ്ങനെ കുറെ ഗ്രൂപ്പിന്റെ കൺട്രോൾ ഉണ്ട്. അത് നാട് ഭരിക്കുന്ന ഇതിന്റെ കൺട്രോളിലാണ് നമ്മുടെ മന്ദിരക്ക് വരിക. അതൊക്കെ സംഭവിച്ചു. സോ നമ്മുടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെ അംബാനി വന്നിട്ട് പിണറായിയോട് പറഞ്ഞു കേരളത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് വേറെ വഴിയില്ല, കാരണം അയാൾ അത്ര വലിയ മഹാനാ. അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾ ഒക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആള് സ്വജനത്തിന് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജാതക പ്രകാരം അതാണ് ശരി, ശുക്രനാണ്, അല്ലാണ്ട് അത് ഇലിമിനാറ്റി അല്ല. എല്ലാവർക്കും അത് ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചറിൽ നമ്മളെ കുറെ വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട്. ടൈമില്ലാത്തോണ്ടാ. ചെമ്പുരാൻ സിനിമ ഒക്കെ കുറെ കാലം പറഞ്ഞു കൊടുക്കാറുണ്ട് ജനങ്ങൾക്ക്. അറിവില്ലായ്മയാണ് മുഖമുദ്ര ഇവിടുത്തെ ലോകത്തിന്റെ. നമ്മളായിട്ട് അതിനെ എടുത്തുകൊണ്ട് വരണം. 10-10 10-10 പിന്നീട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. 10-10 കർമ്മ ടൈം എന്ന് പറയുന്നത് എന്താ? കർമ്മയാണ്. 10 അല്ലെ? 10ാമത്തെ കള്ളിയല്ലേ കർമ്മ. 10-10 എന്ന ടൈം ക്ലോക്കിൽ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയം എന്ന് പറയുന്നത് കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് എന്നും ആ ഓരോ സെക്കൻഡും ഓരോ സമയത്തിനും വാല്യൂ ഉണ്ട് എന്നും ആ സമയം നിങ്ങൾ കർമ്മത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 10-10 ആക്ടിവേഷൻ ആവും. ഇത്രേ ഉള്ളൂ 10-10 സിമ്പിൾ. ഇതാണ് 10-10. ക്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ടൈമിന് വാല്യൂ കൊടുത്ത് വല്ലതും ചെയ്യാറുണ്ടോ? ഒലക്കെ ചെയ്യാറുണ്ട്. ടൈം ഈസ് കർമ്മ, അത് തന്നെ സംഭവം. മനസ്സിലായോ? ഇങ്ങനെ കുറെ ഇതൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. നിങ്ങൾ ബുദ്ധിയും കുറെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലാട്ടാ. ഇതൊക്കെ എനിക്ക് ഇത് എടുക്കാൻ കാരണം എന്റെ തിയറി എന്ന സിദ്ധാന്തത്തിൽ എല്ലാം നോക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഗുണം എന്തെന്നറിയോ? നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ പല രഹസ്യങ്ങളും ഇത് വെച്ച് തോണ്ടാൻ പറ്റും, ചകയാൻ പറ്റും. ഈ കോഴിക്ക് കാല് കൊടുത്താ പോലെയാണ്, എല്ലാ വാർത്തപ്പിലും വിട്ട് മാന്താൻ പറ്റും നിങ്ങൾക്ക്. ഇത് വെച്ച് നിങ്ങൾ എല്ലാം മാന്തിയ കിട്ടും, എന്ത് മാന്തിയും നിങ്ങൾക്ക് കിട്ടും. ശിവലിംഗം അതെന്താ? ഇത് വെച്ച് മാന്തിയ സാധനം കിട്ടും.
ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ലേ, അതൊക്കെ ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടും? നടരാജ വിഗ്രഹം എം തിയറി ഉപയോഗിച്ച നടരാജ വിഗ്രഹം എന്തെന്ന് കിട്ടും? നാനോ ടെക്നോളജി കിട്ടും, കമ്പ്യൂട്ടർ തന്നെ വർക്ക് ചെയ്യണ കിട്ടും, എല്ലാ ഫ്യൂച്ചറിലും സംഭവിക്കും. പ്രഡിക്റ്റ് ചെയ്യാം. നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കും, അതും പ്രഡിക്റ്റ് ചെയ്യാം. എല്ലാ കാര്യം എം തിയറി എന്നുള്ള തിയറി വെച്ച് എന്തിനും ഡീകോഡ് ചെയ്യാന്ന് ഞാൻ മറ്റേ നമ്മുടെ ഇതിൽ പറഞ്ഞിരുന്നു, ഇത് അബാക്കി മീഡിയയിൽ പറഞ്ഞിരുന്നു. അത് കുറെ പേര് കമന്റ് ഇടുന്നത് എം തിയറി വെച്ച് എന്തും ഡീകോഡ് ചെയ്യാം. അതെങ്ങനെ പറ്റും? നരേന്ദ്രമോദി ഡീകോഡ് ചെയ്തില്ലേ, പിന്നെയാണ് നമുക്ക് പലതും ചെയ്യാൻ. ഈ നമുക്ക് എന്തും ചെയ്യാം ഇത് ഉപയോഗിച്ചോണ്ട്. ഇതൊരു ആയുധാണ്. അത് ആവനാഴിയും ഒരു ആയുധമാണിത്. ഇതിന്റെ ഉള്ളിൽ എന്തും കയറ്റി വെക്കാം. ഓരോ അസ്ത്രങ്ങൾ ഇങ്ങനെ കിട്ടും. നാഗസ്ത്രം, വജ്രായുധം, മറ്റസ്ത്രം, ആർച്ചസ്ത്രം, ഇത് നമുക്ക് എടുക്കാം. അതൊരു ആവശ്യം അതൊക്കെ എടുത്ത് പ്രയോഗിക്കാം, എവിടെ വേണം പ്രയോഗിക്കാം. അതാണ് അസ്ത്രങ്ങൾ. മനസ്സിലായോ? ഇത്രയുള്ള സംഭവം. ഇതാണ് കാര്യം. ദേവത തന്നെ മിത്രൻ എങ്ങനെയുണ്ട്? ദേവത ഇന്ന് നമ്മൾ സ്റ്റാറ്റസ് അത് മൊത്തമായിരുന്നു മിത്രനെ കുറിച്ചായിരുന്നു. അപ്പൊ ദേവത മിത്രനായി, അതുവരെ കണക്ട് ആയി. അതാണ് പ്രപഞ്ചം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് മുഴുവൻ കറക്റ്റ് ആണെന്ന് പ്രപഞ്ചം തന്നെ തെളിയിക്കുകയാണ്. അല്ലാതെ നരേന്ദ്രമോദി എടുക്കണ വല്ല കാര്യം ഉണ്ടായി? നിങ്ങൾ പറഞ്ഞ് ഞാൻ എടുത്തു. ഓക്കെ, പ്രോബ്ലം സോൾവ്. കുട്ടികളുടെ മോദി സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അവസാനിപ്പിക്കാം. ഒരുപാട് പറയാനുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. ഇതാരാള്? ഇതെവിടുന്ന്? ഏത് പൊട്ടി മോശത്താ? നീയാണാ? ഇവിടെ ഉണ്ടാ? താങ്ക് യു. ഓക്കെ, ബൈ. നിർത്താം. ഇനിയും കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മിത്രൻജി. താങ്ക് യു ബൈ. സർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ, ബൈ, ബൈ. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു, ബൈ. താങ്ക് യു. സ്മിതജി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു മിത്രൻ. താങ്ക് യു. ടാറ്റാ. ബൈ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. കുറെ പണിയുണ്ട് കേട്ടാ. ഓക്കെ, ബൈ. ഒരു അപ്പോയിന്റ്മെന്റ് അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ.